അസ്സലാമു അലൈക്കും. നേരത്തെ നടന്ന സെഷനിൽ രണ്ടാളുകളും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും അടങ്ങണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന ആയത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. തന്നെയുമല്ല, ഇത് ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ തൽപര കക്ഷികൾക്ക് കൂടി ഇപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയത്തിന് തെളിവുകൾ നിരത്തി മറുപടി പറയാൻ ഫൈസൽ മുസ്ലിയാർക്ക് ലഭ്യമായിട്ടുള്ള ഒരു സുവർണ അവസരമാണിത്. തന്നെയുമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകർ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കാകുന്ന സഹായ ചോദ്യത്തിന് തെളിവ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യ പണ്ഡിത സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരോട് എനിക്കുള്ള ഒന്നാമത്തെ ചോദ്യം, താങ്കളുടെ വ്യവസ്ഥയിലെ വാദമായി വ്യവസ്ഥ പ്രകാരം താങ്കൾ പറഞ്ഞ അനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ്. ഇത് നേരത്തെ പറഞ്ഞ വാദത്തിൽ നിന്നുള്ള ഒരു പുതിയ കുറ്റസമ്മതമാണെങ്കിലും ഒരുപക്ഷെ താങ്കൾ അത് ആത്യന്തികമായി അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ജിന്നിനെ അഭൗതികം എന്ന് മനുഷ്യരെ നേരത്തെ പറഞ്ഞപ്പോൾ ജിന്നിനെ അഭൗതികം എന്ന് പറഞ്ഞത്, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് അഭൗതികം തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മതം നടത്താൻ പോലും താങ്കൾക്ക് സാധ്യമല്ല. കാരണം മനുഷ്യൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ദീനീ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മനുഷ്യരോടാണ്. അതുകൊണ്ട് തന്നെ ജിന്ന് ഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ സംബന്ധിച്ച് ഭൗതികം എന്ന് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുക. കാരണം താങ്കളുടെ ചത്തപോത്ത് എന്ന CD ജനങ്ങൾക്കാണല്ലോ കൊടുത്തത്. അതല്ലാതെ ഹദീസിൽ കഴുതകളും നായ്ക്കളുമൊക്കെ ശൈത്താനെ കാണുമെന്നും കോഴി മലക്കിനെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിശദീകരണമായത്. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക, ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിം ജിന്നുകളോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് വസീലത്ത് ശിർക്കായി മാറുന്നത്? ഇത് ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹം ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയും എന്ന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രതീക്ഷിക്കാം. കാരണം തർക്കമുണ്ടാകുമ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ടത് അതാണല്ലോ. തന്നെയുമല്ല, ഇത് ശിർക്കാവുകയില്ല, ഇത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് പുഴയിൽ മുങ്ങിയാൻ കരയിലുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവൻ ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാവൂല, ചൂണ്ടയിടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോൾ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, അതൊക്കെ വസീലത്ത് ശിർക്കേ ആവുകയുള്ളൂ എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ ധാരാളം നൽകിയിരിക്കെ ഇങ്ങനെ ഇതൊരു വസീലത്ത് ശിർക്ക് ആവാൻ ഉള്ള പ്രമാണം എന്ത് എന്നതാണ് ചോദ്യം. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്കാവുക? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മുസ്ലിയാർക്ക് മാത്രം വേണ്ടിയല്ല,
ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കൂടിയാണ്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തീർച്ചയായും സന്തോഷമുണ്ട്. നാസസുല്ലമിയുടെ അവതരണവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചോദ്യവും നേർക്ക് നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാവുന്ന ചോദ്യം തന്നെയാണ്. നാം പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അൽഹംദുലില്ലാ, നാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യം മുഖവിലേക്ക് എടുക്കുന്നു. ഏതായിരുന്നാലും എൻ്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ നാസസുലമി പറഞ്ഞു, ഇനി സംവാദം വേണമെന്നില്ല, ഹക്ക് വെളിവായി കഴിഞ്ഞു എന്ന്. അൽഹംദുലില്ലാ, അത് നമുക്ക് ആവശ്യമുള്ളൂ, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. എൻ്റെ അവതരണം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് ഹക്ക് വെളിവായി, ഇനി ആ ഹക്കാണ് സ്വീകരിച്ചാൽ മതിയല്ലോ, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അത് സ്വീകരിക്കണമെന്ന് കൂടി കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതോടൊപ്പം ചില ആരോപണങ്ങൾ, അഥവാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കുപ്രചാരണങ്ങളും അതുപോലെ ഒളിച്ചോട്ടത്തിനുള്ള ശ്രമങ്ങളുമൊക്കെയുള്ള ആ നിലക്കുള്ള പ്രയോഗങ്ങൾ പല ആളുകളെയും ഭാഗത്തു നിന്ന് വന്നു എന്നാണ്. ശരിയാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പല നെറ്റിലും അതേപോലെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇത് സുന്നി മുജാഹിദ് സംവാദമാണ് എന്ന് വരെ എഴുതി പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കാം, അത് വായിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇടപെടാനും അല്ലാത്ത വഴിക്ക് ഇത് ഇല്ലാതാക്കാനുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവോ, ആരെങ്കിലും ശ്രമിച്ചിരുന്നുവോ എന്നൊക്കെ സംഘാടകർക്കറിയാം. നമ്മൾ കൂടുതൽ ആ വഴിയിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞ വിഷയം വളരെ കൃത്യമാണ്. ജിന്നാവട്ടെ, ഇനി മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയോടുള്ള അഭൗതിക മാർഗത്തിലുള്ള സഹായാർത്ഥന, അദൃശ്യ മാർഗത്തിലുള്ള സഹായാർത്ഥന, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായാർത്ഥന, അത് അവർക്കുള്ള പ്രാർത്ഥന തന്നെ, അത് ആരാധന തന്നെ, അത് ശിർക്ക് തന്നെ. അതിൽ സംശയമില്ല, ആർക്കും തർക്കമില്ല. പിന്നെയുള്ളത് അതൊന്നുമില്ലെങ്കിൽ അഭൗതികത കൽപ്പിക്കുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് വിശ്വസിക്കുന്നില്ല, ആ വക ധാരണയൊന്നുമില്ല. പിന്നെ ജിന്ന് സബബിന് പുറത്താണ് എന്ന് ആക്കി തീർക്കാനാണ് ഇപ്പം നാസസുല്ലമി ഇവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ മൂപ്പര് പറഞ്ഞത്? ഞാൻ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് സമ്മതിച്ചു, അതിന് കുറ്റസമ്മതാണ്. ആ സമ്മതിച്ച അഭൗതികത ഞാൻ സമ്മതിക്കില്ല എന്ന് ഇതിനു മുമ്പ് എവിടെയാണ് പറഞ്ഞത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പം കുറ്റസമ്മതം എന്ന് പറയാം. ചത്തപോത്ത് എന്ന CD കേട്ടൊരുക്കറിയാനാ. നിങ്ങൾ വ്യവസ്ഥ തയ്യാറാക്കാൻ വന്നപ്പോഴും പറഞ്ഞു ചത്തപോത്ത് എന്ന CD കുറിച്ച്. അന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ ആ CD ഒന്ന് മനസ്സിരുത്തി കേൾക്കൂ. ആ CD തന്നെ പറഞ്ഞിട്ടുണ്ട് ആപേക്ഷികമായി അഭൗതികമെന്ന് പ്രയോഗിക്കാം. തെറ്റല്ല. പിന്നെ മൂപ്പർക്ക് ഞാൻ പോലും സമ്മതിച്ചു എന്നാണ് കിട്ടണം. അപ്പോൾ അത് സമാധാനത്തിന് നല്ലതാ, തരക്കേടില്ല. ആ തന്ത്രങ്ങൾക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യമാണ്, ആ ഒരു അർത്ഥത്തിൽ അഭൗതികമാണ്, അതിൽ തർക്കമില്ല. അമാനുമോൽ എഴുതിയിട്ടുണ്ട്, ഇസ്ലാഹി മാസികയിൽ പലപ്പോഴായി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വിഷയമായി എൻ്റെതായി പുറത്തിറങ്ങിയ ഏതെല്ലാം CD ഉണ്ടോ ആ CD ഒക്കെയും അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറ്റസമ്മതമാണ് എന്ന് പറഞ്ഞത് ന്യായമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ മൂപ്പര് യാ ഇബാദല്ലാ എന്ന നമ്മുടെ ഒരു പ്രവർത്തകർക്കിയ ഫയല്, ആ ഫയലെടുത്തിട്ട് ചെറിയ ദുർവ്യാഖ്യാനം വിഷയാവതത്തിൽ തന്നെ അദ്ദേഹം നടത്തി. എന്താ അതിലുള്ളത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല എന്ന. മൂപ്പയ്ക്ക് ഏർപ്പാടെന്താ മനസ്സിലായിട്ടില്ല. ഏർപ്പാടാക്കിയത് കാരണമാക്കിയിട്ടില്ല എന്നല്ല, സബബല്ല എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ് എന്നല്ല. പിന്നെ മനുഷ്യനെ സഹായിക്കാൻ അല്ലാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ കുടുങ്ങി വേണ്ടാൽ ആ മനുഷ്യനെ സഹായിക്കേണ്ട ഒരു ബാധ്യത ജിന്നിനില്ല. അല്ല ജിന്നിനെ ഏൽപ്പിച്ചിട്ടില്ല. ആർക്കാ തർക്കമുള്ളത്? ആർക്കാ സംശയമുള്ളത്? മാത്രം ഇന്നലെ താഴെ വായിക്കാം. എന്താ താഴെ ഉള്ളത്? ജിന്നുകളും മനുഷ്യനും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങളുണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല. അപ്പൊ മൂപ്പര് തോന്നിയത് വൈരുദ്ധ്യാണ്. ഇത് വൈരുദ്ധ്യാണ്. ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര വക സബബ്. അപ്പൊ സബബിന് പുറത്താണ്. കുറച്ച് കാലമായി നിങ്ങൾ സബബം കൊണ്ട് നടക്കുന്നത്.
ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ അസുര്, ഒരു സബബ് എന്ന പേരും പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയിട്ട് അതും കൊണ്ട് നടക്കാൻ കുറച്ച് കാലമായി. യഥാർത്ഥത്തിൽ ആ സബബിന് ഉള്ളിൽ തന്നെയാണ് ജിന്നും മനുഷ്യരും ഏത് പടപ്പും. അതില്ലാന്ന് ഈ ഫയലിലും ഇല്ല, എന്റെ പ്രസംഗത്തിലും ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുകയില്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് ഈ സമ്മേളനത്തിൽ നടക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ പോലും പരാമർശിച്ചതാ. അതിനപ്പുറമില്ല. അപ്പൊ പിന്നെ ആരിടപെട്ടാലും ജിന്ന് ഇടപെടുമെന്ന കാര്യത്തിൽ താങ്കൾക്കും എനിക്കും തർക്കമില്ലല്ലോ. ജിന്നും അതേപോലെ മലക്കുകളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല രൂപങ്ങളിലായി ഇടപെടുമെന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ലല്ലോ. പക്ഷേ ആ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന. അപ്പൊ ഈ ഇടപെടലോ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ തന്നെയാണ്, അതിന് പുറത്തല്ല. ഏതു ജീവി, ഏതു സൃഷ്ടി മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടാലും ആ ഇടപെടൽ മുഴുവനും കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ്, അതിന് പുറത്തല്ല. ഈ അങ്ങോട്ട് വിളിക്കാൻ ശ്രമമുണ്ടോ, ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമമുണ്ടോ, അങ്ങോട്ട് പോകാൻ ശ്രമമുണ്ടോ, അവിടെ ഇങ്ങോട്ട് വരാൻ ശ്രമമുണ്ടോ, ഈ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന് സമവാക്കി, ഇതിന് സമവാക്കി, അതിന് സമവാക്കി എന്ന് പറയണമെന്നുണ്ടോ? അത് ഏതാസുര, എവിടുന്നാ കിട്ടിയത്? ആരായിരുന്നു പഠിപ്പിച്ചത്? ഇത് അബ്ദുസ്സലാം സ്വലമി കൊണ്ടുവന്ന ഒരു പുത്തൻ വാദമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാത്രമല്ല, നിങ്ങൾ ഓതിയല്ലോ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഞാൻ വിചാരിച്ചു സ്വഹാബി വേണം, താബിഈ വേണം, താബിഈ വേണം എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ആയത്ത് ഓതിയിട്ട് ഈ ആയത്തടിസ്ഥാനത്തിൽ ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. എന്റെ വിചാരം തെറ്റിപ്പോയി എന്ന് മാത്രവുമല്ല, ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും ചെറിയ മുണ്ടയും കൂടെ എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചു. മനുഷ്യൻ വിവിധ വ്യക്തികളെയും ശക്തികളെയും ആരാധിച്ചു പോന്നിട്ടുള്ളത് ആരാധനയിൽ നിന്ന് അഭൗതികമായ രീതിയിൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പ്രപഞ്ചനാഥനല്ലാത്ത ആരിൽ നിന്ന് അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നതും അതിനായി പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവത്വത്തിന് വിരുദ്ധമത്രേ. അപ്പോൾ അഭൗതികമായ സഹായം ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും അത് ശിർക്കാണ്, തൗഹീദിനെതിരാണ്, ഏകദൈവ വിശ്വാസത്തിനെതിരാണ്. പക്ഷെ വിചിന്തനമേനിയോ ജിന്നിന്റെ സഹായം അഭൗതികമാണ്, ജിന്നിന്റെ സഹായം അഭൗതികമാണ്. ഈ നാസർ സുല്ലമി അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് പഠിച്ച് കാണാതെ പഠിച്ച ആശയം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയം, ആ ആശയത്തിന് ഈ നാസർ സുല്ലമി എന്താ വിശദീകരിക്കുന്നത്? ജിന്നിന്റെ സഹായങ്ങള്, ജിന്നിന്റെ കഴിവുകള്, ജിന്നിൽ നിന്നുള്ള മറ്റ് ഉപദ്രവങ്ങൾ അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ്, സബബിന് പുറത്താണ് എന്നല്ലേ ഇയാൾ പ്രസംഗിച്ചു കൊടുക്കുന്നത്. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഖുർആൻ പരിഭാഷ. അതിലയാൾ എഴുതി, കാരണം ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കുവാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. അപ്പൊ പിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചാലോ അത് സബബിന് പുറത്തായി, അപ്പൊ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമി കണ്ടുപിടിച്ചു. ഏതായിരുന്നാലും ആ വാദം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ഷിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ഷിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്, വമൻ അളലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ഷിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ഷിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ഷിർക്കായതുണ്ട്, ഷിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്
ഷിർക്കാണ്, അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ഷിർക്കായതിന് 2 ആയത്തോതി, വസീത്തു ഷിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബനസ്തംതഅ ബഅദുന എന്ന ആയത്തിൽ ഷിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ഷിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതി വെച്ചുവെന്നല്ലാതെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ഷിർക്കാണ് എന്ന് ഇന്ന സ്വഹാബി പറഞ്ഞുവെന്നോ താബിഈ പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ തഫ്സീർ വേണോ, ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ, ഏത് സ്വഹാബി പറഞ്ഞുവെന്നാണോ ചോദിച്ചോളൂ, അപ്പൊ പറയാം. അപ്പോൾ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് യൗമഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞത്? ഇതെൻ്റെ ചോദ്യമല്ല. താങ്കൾ ആയത്ത് ഓതിയാൽ പോരാ, ആ ആയത്ത് താങ്കളുടെ തൊള്ളയിൽ തോന്നുന്ന, താങ്കൾക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യാഖ്യാനം പോരാ. എന്നിട്ട് ആകപ്പോടെ പറഞ്ഞത് സലാം സുല്ലമിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് അതിൽ പറഞ്ഞൊരു വാചക. എൻ്റെ പൊന്നു ഫൈസൽ മുസ്ലിയാരെ, സലാം സുല്ലമിയുടെ വാദം ഞാൻ പ്രസംഗിച്ചിട്ടില്ല, ഞാൻ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. മടവൂരി ആയിരിക്കുന്നെന്നും പ്രസംഗിച്ചിട്ടില്ല, മടവൂരിൽ നിന്ന് പോന്നിട്ടും പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് സലാം സുല്ലമിൻ്റെ വാദം അല്ല, സലാം സുല്ലമിൻ്റെ ബുക്കിൽ നിന്നല്ല ഞാൻ പ്രസംഗിച്ചാൽ ഇങ്ങോട്ട് തെളിയിക്കാനും കഴിയൂല. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാ ഇബാദത്തെക്കുറിച്ചും മടവൂരികളെ തെളിവാണ്, ജിന്നിൻ്റെ വിഷയത്തിലും സലാം സുല്ലമിൻ്റെ പുസ്തകത്താണ്. കാരണം യുക്തിവാദികളായി ഈ വിഷയം അവതരിപ്പിക്കുന്ന മൻഹജ് സലഫിൽ നിന്നും പുറത്തുപോയ ആളുകളാണല്ലോ നിങ്ങൾ. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞത് ഞാൻ സബബിനെ ദുർവ്യാഖ്യാനിച്ചു എന്നാ. അള്ളാഹു ഏർപ്പാടാക്കിയിട്ടില്ല, ഒരു ഏർപ്പാട് തന്നെയാണ് മുസ്ലിയാരെ. കാരണം അള്ള ഒരു സംഗതി ഏർപ്പാടാക്കി തന്നാൽ അതുതന്നെയാണ്. ഖുർആനിലൂടെ അള്ള ഒരു സംഗതി ഏർപ്പാടാക്കി, ഖുർആനിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ള നിശ്ചയിച്ച് വെച്ച കാരണമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് അള്ള പറഞ്ഞാൽ അത് അള്ള ഖുർആനിൽ പറഞ്ഞതാ, അതൊരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ ഒരു സംഗതി പറഞ്ഞാൽ അതൊരു കാരണമാണ്. അതാ പറഞ്ഞത്, ഖുർആനിലോ സഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി ഒരു സംഗതി ഏർപ്പാടാക്കൽ തന്നെയാണ് കാരണം. അള്ള പറയുന്നതാണ്, അള്ള പറഞ്ഞാൽ അത് അള്ളയാക്കിയ ഏർപ്പാടാക്കിയതായി. എന്നിട്ട് ഞാൻ വ്യാഖ്യാനിക്കട്ടെ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ, ഞാനിവിടെ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു. ഈ ആയത്ത് പണ്ട് കാന്തപുരം ഉദ്ധരിച്ച ആയത്ത് പോലെ ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു ആയത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കാനുള്ളത്. ഈ 5 ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കാരണം ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ ആവർത്തിക്കുകയാണ്. റബ്ബനസ്തംതഅല്ലദീ ബഅദുനാ ബിബഅദ് എന്നുള്ള ഈ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ഷിർക്കാകുന്നതുമുണ്ട്, വസീലത്ത് ഷിർക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങളത് വിശദീകരിക്കേണ്ടത്. അങ്ങനെ വിശദീകരിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് പറയുമ്പോഴാണ് ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ഷിർക്കുണ്ട് എന്നതിന് തെളിവായി വരിക. ഇനി ആ ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം എന്നെ സംബന്ധിച്ച് 5 അവസരമുണ്ട്. ഈ 5 അവസരത്തിലും എനിക്ക് ചോദിക്കാനുള്ള 5 ചോദ്യവും ഞാൻ ചോദിക്കും. കാരണം ഇത് കേൾക്കുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഖുർആനും ഹദീസും മൻഹജു സലഫ് അനുസരിച്ചുള്ള മറുപടി മുസ്ലിയാർ പറഞ്ഞിട്ടില്ല.
അത് നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യം, ജിന്നുകളോടുള്ള സഹായാർത്ഥനയുടെ വിഷയത്തിൽ KJE എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാത്ത താങ്കൾ പ്രസ്തുത തീരുമാനത്തിലെ പ്രമാണവിരുദ്ധമായ ഭാഗം വായിക്കുക. അത് പ്രമാണവിരുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും സഹിയായ ഹദീസ് കൊണ്ടും മൻഹജ് സലഫ് അനുസരിച്ച് വിശദീകരിക്കുക. ഇതൊരു പക്ഷേ KJE ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല, KJUവിൻ്റെ പേരിൽ ചില ആൾക്കാർ തീരുമാനിച്ചു എന്നൊക്കെ തട്ടിവിട്ട് സമയം കളയണ്ട. താങ്കൾ KJUവിൻ്റെ അംഗമാണോ അല്ലേ എന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനി അംഗമായിരുന്ന കാലത്ത് പോലും താങ്കളോട് ചോദിച്ച് KJA കേരള ജമിയത്തുൽ ഉലമ എത്ര തീരുമാനമെടുത്തു എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടിയും എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുജാഹിദുകൾക്കറിയാം കേരള ജമിയത്തുൽ ഉലമ ആരാണ്, അതിന് നേതൃത്വത്തിൽ ആരാണ്, അത് തീരുമാനിക്കേണ്ടവരാണ്. ഈ രണ്ട് ചോദ്യത്തിനും മറുപടി പറയണം. അപ്പം എന്തായിരുന്നാലും നാസസുലമിക്കാരെ KJE തീരുമാനിച്ചിട്ടില്ല എന്ന്, അതുകൊണ്ട് മുൻകൂർ ജാമ്യ. KJE തീരുമാനിച്ചോ, എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറയണ്ടാന്ന. എന്നോട് ചോദിച്ചിട്ടില്ല എന്നല്ല പറയണത്. KJE തീരുമാനമെടുക്കാൻ അതിൻ്റെതായ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് KJE തീരുമാനമെടുത്തിട്ടേ ഇല്ല. ഒരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. സാധാരണ ഇത്രയും കാലം KJE രൂപീകരിക്കപ്പെട്ട 922 മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഏത് വിഷയത്തിലും KJE എങ്ങനെയാണോ തീരുമാനമെടുത്തത് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. തീർച്ചയാണ്, ഒരു സംശയവുമില്ല. അതിൽ പ്രമാണവിരുദ്ധമായ ഭാഗമുണ്ട് താനും, തർക്കമില്ല. അത് KJE തീരുമാനമല്ല എന്നാണ് ഇത്രയും കാലം പറഞ്ഞത്. കഴിഞ്ഞ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോഴും ഞാനത് പറഞ്ഞു. അതുകൊണ്ട് KJE തീരുമാനം എന്ന പദം തൽക്കാലങ്ങൾ ഒഴിവാക്കണം. KJE തീരുമാനമല്ല, KJEവിൻ്റെ പേരിൽ ചില ആളുകൾ വന്ന തീരുമാനം. അതിലാവട്ടെ പ്രമാണവിരുദ്ധമായതുണ്ട്, സംശയമില്ല. പ്രമാണവിരുദ്ധമായതുണ്ട്. ഏതായത്ത് എന്നല്ലേ ഈ പറഞ്ഞ ആയത്ത് തന്നെ. രണ്ടിനും ഈ ആയത്ത് തന്നെ, ഈ ആയത്ത് വിരുദ്ധമാണത്. ഒറ്റ ആയത്ത്, ഇത് ഒറ്റ. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തിന് തന്നെയാണ് ആ തീരുമാനം വിരുദ്ധം. ആ ഒരു ആയത്തിന് മാത്രമല്ല, ഒരുപാട് ആയത്തുകൾക്ക് അല്ല, വിശുദ്ധ ഖുർആന്റെ മൊത്തം അധ്യാപനത്തിന് തന്നെ വിരുദ്ധമാണ് ആ തീരുമാനം. കാരണം ഖുർആൻ എവിടെയും ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന്, മുത്തലഖൻ ശിർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല. ജിന്നുകളോട് എന്ത് ചോദിച്ചാലും, ഏത് സുആലും ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് ഖുർആൻ എവിടെയുമില്ല, ഹദീസിൽ എവിടെയുമില്ല. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത ഒരു പുതിയ വാദമാണ് ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന ഈ ഒരു ഫത്വയിലൂടെ, KJEവിൻ്റെ പേരിൽ പുറത്തിറക്കിയ ഈ ഫത്വയിലൂടെ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ KJEവിനെ അപമാനിക്കലാണത്. KM മൊഴി തുടങ്ങി വെച്ച, KM മൊഴി നേതൃത്വം നൽകിയ അദ്ദേഹം മുമ്പിൽ നിന്ന് ആ KJU അതിൽ പറഞ്ഞ ആശയത്തിന് വിരുദ്ധം കൂടിയാണത്. അദ്ദുആ വൽ ഇബാദ എന്ന KM മൊഴിയുടെ ഈ പുസ്തകം ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് ചോദ്യം എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാ അല്ലാത്തത് എന്ന്. ആ തീരുമാനത്തിന് ഒന്നാമത്തെ KNM പ്രസിഡന്റിന്റെ, KJUവിന്റെ സ്ഥാപകന്റെ, KJUവിന്റെ ആദ്യമായി പുറത്തിറക്കിയ അദ്ദുആ വൽ ഇബാദ എന്ന ഈ പുസ്തകത്തിന്റെ ആദർശത്തിനും വിരുദ്ധമാണ്. അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി. വസീലയായതിനുണ്ടോ, ആയത്തുണ്ടോ എന്നാണ് ഓതി. റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത് നാസസുലമി ഓതിയതുപോലെ ഇസ്തംത അല്ലദി എന്നല്ല, റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്നാണ് വന്നത്. അതിന് ഇനി വസീലയായതുണ്ടോ, ശിർക്ക് അല്ലാത്തതുണ്ടോ, ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ ചോദ്യമല്ല എന്ന് നിങ്ങൾ ചോദിക്കൂ, അപ്പം പറയാം. ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, ഏത് താബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞതെല്ലാം എണ്ണി എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഴി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബി പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന് വെറുതെയല്ല കിതാബുമായി വന്നത്. നിങ്ങൾ അന്ന് പറഞ്ഞു കിതാബ് എടുത്ത രണ്ടാളാവശ്യമുണ്ട് എന്ന്. രണ്ടാളെ കൊണ്ടുവന്നപ്പോൾ കിതാബ് കൊണ്ടുവരാൻ മറന്നോ എന്നാണ് എൻ്റെ ആശങ്ക. ഏതായിരുന്നാലും കൊണ്ടുവന്നത് കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും ക്യാമറാമാൻ ആകാനെങ്കിലും പറ്റിയല്ലോ കൂടെ വന്ന ആളുകൾക്ക് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമാവുകയാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന ആശയം അത് സലാം സലമിന്റെ ആശയം തന്നെയാണ്. സലാം സലമിന്റെ ആശയം ഞാൻ എവിടെയും പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് സലാം സലമിന്റെ ആശയമല്ലാതിരിക്കില്ല. യാ ഇബാദത്തിലാണെങ്കിലും ഈ ഇസ്തിആനത്തിലാണെങ്കിലും സബബിന്റെ കാര്യത്തിലാണെങ്കിലും അബ്ദുസ്സലാം സലമി എന്താണോ ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്, അയാൾ എന്താണോ പ്രചരിപ്പിച്ചത് അത് തന്നെയാണ് നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്.
2010 ഫെബ്രുവരി വരെ സലാം സലമിയുടെ കൂടെ നടന്ന് ഞങ്ങൾക്കത് ശിർക്കാരോപിച്ച ഈ നാസസുല്ലമി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അത് തന്നെ പ്രസംഗിക്കുന്നു എന്നിട്ട് ചോദിക്കുക, ഞാൻ എവിടെ സലാം സലമിന്റെ വാദം പറഞ്ഞു? അതെ, ഇതൊക്കെ തന്നെയാണ് സലാം സലമിയുടെ വാദം. സലാം സലമി എഴുതിയെന്താ? വിജനമായ സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ വല്ല അപകടത്തിലകപ്പെട്ടു, അപ്പോൾ നമ്മുടെ ശബ്ദം മനുഷ്യർ ആരെങ്കിലും കേൾക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓടി വരൂ എന്ന് വിളിച്ചു പറയൽ പോലും തൗഹീദിനെതിരാകുമെന്ന് സ്വഹാബി വല്യമ്മ തെറ്റിദ്ധരിച്ചത് നബി തിരുത്തി എന്നാണ് മേൽ വിവരിച്ച ഹദീസിൽ സ്വീകാര്യമായതാണെങ്കിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്. അപ്പൊ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ മനുഷ്യനാണ് ഉദ്ദേശം എന്ന് അബ്ദുസ്സലാം സുല്ലമി നബി പറയപ്പെന്താ? സ്വഹീഹ് ആണെങ്കിൽ മനുഷ്യരാണ് ഉദ്ദേശം. നേരത്തെ ഞാൻ എണ്ണി പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഹുസൈമീനെ പോലെയുള്ള, അതേപോലെ ആലു ഷെയ്ഖിനെ പോലെയുള്ള, സ്വാലിഹ് ആലു ഷെയ്ഖിനെയും പോലെയുള്ള, അതുപോലെ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, ഷൗക്കാനിയെ പോലെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞു ജിന്നും മലക്കുമാകാം ഉദ്ദേശമെന്ന്. അവരൊക്കെ പറഞ്ഞു ഇസ്തിആനത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ, ഇസ്തിഖ്ദാമിന്റെ വകഭേദങ്ങൾ, ഇസ്തിംതാഇന്റെ വകഭേദങ്ങൾ. എന്നിട്ട് അതിനെ എല്ലാം മറികടന്ന് അബ്ദുസ്സലാം സലമി പറഞ്ഞു അങ്ങനെ സബബേ ഇല്ല, സഹായിക്കാനേ കഴിയില്ല. അത് ദുർവ്യാഖ്യാനിച്ച് KNMന്റെ വേദികൾ ദുരുപയോഗം ചെയ്ത് KNM നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഇവിടെ പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിവിടെ ബോധ്യമായിരിക്കുകയാണ്. അതാ നിങ്ങൾ നേരത്തെ വായിച്ച യാ ഇബാദല്ലാഹ് എന്ന ഈ ഫയല് ഞാൻ പറഞ്ഞു, അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ ഏർപ്പാടാക്കുക? അതെന്നെ സബബ്, അതാ സബബ്, ഏർപ്പാടാക്കാൻ സബബ്. ഞാൻ പറയാ, എന്റെ വീട്ടിലേക്ക് പണിക്കാരനായി വരാൻ ഞാൻ നാസസുല്ലമി ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നാസസുല്ലമിക്ക് പണിയെടുക്കാൻ കഴിയില്ല എന്നാണോ? നാസസുല്ലമി കാര്യബന്ധത്തിൽ പുറത്താണ് എന്നാണോ? നാസസുല്ലമി സബബിനപ്പുറമാണ് എന്നാണോ? അല്ല. അതുകൊണ്ട് രണ്ടു വരി താഴെ പറഞ്ഞത് ജിന്നും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങളുണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല. വളരെ കൃത്യമാണ്. അപ്പോൾ മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹു ജിന്നുകളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടാലും ഒരു ജിന്നിന് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കേണ്ട ബാധ്യത ഇല്ല. ആ കടമ ഏൽപ്പിച്ചിട്ടില്ല. അതാണ് ഇതിന് പറഞ്ഞത്. ജിന്ന് മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ കഴിയില്ല. എന്നാ സഹായിക്കാൻ കഴിയോ? കഴിയും. ഉപദ്രവിക്കാൻ കഴിയോ? കഴിയും. അതുകൊണ്ടല്ലേ സിഹിറിലൂടെ ഉപദ്രവിക്കുന്നത്, അതുകൊണ്ടല്ലേ സിഹിറിലൂടെ സാഹിറിനെ സഹായിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് പോലും സിഹിർ ബാധിച്ചു എന്ന ഹദീസ് നിങ്ങളും ഞാനും തർക്കമില്ലാതെ അംഗീകരിക്കേണ്ടി വന്നുവല്ലോ. എങ്കിൽ ആ ഹദീസിലൂടെ പ്രവാചകർക്ക് സിഹിർ ചെയ്ത ലബീദ് ബിൻ അഅ്സം എന്ന ജൂതൻ പിശാചിന് ഉപയോഗപ്പെടുത്തി ചെയ്ത സിഹിർ ലബീദിന് ഉപകാരമായില്ലേ? നബി ഞങ്ങൾക്ക് അതിന് സ്വാധീനമുണ്ടായില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഇല്ലെന്ന് പറയാനാകുമോ? അപ്പൊ യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്യാൻ അവന് സാധിച്ചേക്കാം, ഉപദ്രവം വരുത്താൻ സാധിച്ചേക്കാം. അതെന്തുകൊണ്ട് സാധിക്കുന്നു? അവൻ കാര്യകാരണ ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നു, മനുഷ്യനെ കാണുന്നു, അതേപോലെ മനുഷ്യന്റെ പല രംഗത്തും അവന് ഇടപെടാൻ കഴിയുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടി? പ്രമാണം പഠിപ്പിച്ചു, ആയത്ത് പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു. ഏതായത്ത്? ഒരുപാട് ആയത്ത്. ഒറ്റ ആയത്ത് ഞാൻ ഓതി, അവിടെ തന്നെ കിട്ടിയേ സബബുണ്ട്. നിങ്ങളെ സബബ് ഒളിക്കാനും ആയത്ത് മതി, വസീല സ്ഥാപിക്കാനും ആ ആയത്ത് മതി, KJവിന്റെ പേരിൽ ഇപ്പയച്ച സർക്കുലർ പൊളിക്കാനും ആ ആയത്ത് മതി. എല്ലാത്തിനും പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ആ ആയത്ത്. എന്നിട്ട് മൂപ്പര് പറയാ അത് കാന്തപുരം ഓതി ആയത്ത് പോലെയാണ്. ശരി, ആയത്ത് അങ്ങനെ തന്നെയാണ്, പക്ഷെ കാന്തപുരം വെച്ച് അർത്ഥമല്ലല്ലോ എന്നുള്ളത്. എന്നങ്ങൾ ചോദിക്ക്, ഏത് സ്വഹാബിയാ പറഞ്ഞത്? ഏത് താബിഴിയാ പറഞ്ഞത്? ഏത് താബിഴിയാ പറഞ്ഞത്? ഏത് മുഫസ്സിർ രേഖപ്പെടുത്തിയത്? എന്റെ ചോദിക്കാൻ ബേജാറ്. കിതാബ് കൊണ്ടുവന്നിട്ടില്ലല്ലേ? ഇപ്പൊ തപ്പ എവിടെ കിട്ടൂല, അങ്ങനെ കിട്ടൂല. അതേസമയം ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ എണ്ണി വായിക്കാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു ശിർക്കല്ലാത്ത ഇസ്തിംതാഴ്, ഇന്ന താബിഴി പറഞ്ഞിരിക്കുന്നു ശിർക്കല്ലാത്ത ഇസ്തിംതാഴ്. എന്നിട്ട് ചോദിക്കുക, ആരെ പറഞ്ഞു കാര്യകാലബന്ധത്തിൽ പുറത്താണ് എന്ന് കാണിക്കാൻ കഴിയുമോന്നാ വിഷയാവതത്തിൽ ചോദിച്ചത്. നിങ്ങളുടെ മറുപടിയിലെങ്കിലും സമാപനത്തിലെങ്കിലും കാണിക്കാൻ പറ്റുമോ? എത്ര കാണിക്കാം? ഈ വക ചോദ്യങ്ങൾ ഇങ്ങോട്ട് വിടും മുമ്പ് അടുത്തിരിക്കുന്ന കായക്കൊടിയോടെങ്കിലും ചോദിക്കുക, അല്ല കായക്കൊടി, ഞാനിങ്ങനെ പറഞ്ഞാൽ അപകടം ഉണ്ടാവോ? നിങ്ങളെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതാ, വിചിന്തനമൊന്ന് വായിക്കുന്നത് നല്ലതാ. എത്ര സ്ഥലത്തെഴുതി ജിന്നുകളെ സഹായം അഭൗതികമാണ്, ജിന്നുകളെ സഹായം അഭൗതികമാണ് എഴുതിയിട്ടില്ലേ, പ്രസംഗിച്ചില്ലേ? ജിന്നുകൾ കാര്യകാരണബന്ധത്തിന് പുറത്താണ്. എന്ത് കാര്യകാരണബന്ധമാണ് ജിന്നുകൾക്കുള്ളത്? എന്ത് സബബാണുള്ളത്? നിങ്ങളും നാടിനെ പ്രസംഗിച്ചത് എന്താ? ജിന്നിന് എന്ത് സബബാണുള്ളത്? സബബാക്കിയിട്ടില്ല അപ്പശിർക്ക്, സബബാക്കിയിട്ടില്ല അപ്പശിർക്ക്. എന്താ ഈ സബബ്? നിങ്ങൾക്ക് ഈ സബബ് തിന്നിട്ടില്ല. നിങ്ങൾ വേറെന്തോ സബബിന് മടവൂരിൽ ഇങ്ങോട്ട് പോന്നു, എന്നിട്ട് ആ സബബ് സ്ഥാപിക്കുക, ഇപ്പൊ നടക്കുക. അതിന്റെ പേരിൽ മറ്റേ സബബ് തെളിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ 2 ചോദ്യം ചോദിച്ചു, 2ഉം ഞാൻ പറഞ്ഞു. ആയത്ത് വേണമെന്ന് പറഞ്ഞു, ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. KJവിന്റെ പേരിൽ ചില മനുഷ്യന്മാർ കൂടി പുറത്തിറക്കിയ ഈ ഒരു സർക്കുലർ, ആ സർക്കുലർ പ്രമാണ വിരുദ്ധമാണോ ചോദിച്ചു. അതെ ആണെന്ന് പറഞ്ഞു. ഏത് ആയത്തിലാണെന്ന് ചോദിച്ചു. ആയത്ത് ഞാൻ ഓതി, ഇനി ഓതിയിട്ടില്ല എന്ന് പറയരുത്. ഇനി ആ ആയത്തിന് വിരുദ്ധമല്ല എന്നാണോ? ആ ആയത്തും KJവിന്റെ പേരിൽ ഏതാനും ചില കോക്കസുകാരിറക്കിയ ഈ ഒരു സർക്കുലറും 2ഉം ഒന്ന് തന്നെയാണ് എന്നാണോ? വൈരുദ്ധ്യമില്ല എന്നാണോ? എങ്കിൽ നിങ്ങളത് സ്ഥാപിക്കൂ, കാണാമല്ലോ നമുക്ക്. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. തിരിച്ചു വേണോ? ചോദിച്ചോളൂ. നിങ്ങൾ എണ്ണി എണ്ണി പറയാം, സ്വഹാബത്തിനെ പറയാം, താബിഈങ്ങളെ പറയാം, താബികളെ പറയാം. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങളൊക്കെ തൗഹീദ് പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കാൻ നടക്കുന്നത്. കിതാബ് ഓതിയിട്ട് തന്നെയാണ്, മുൻഗാമികളുടെ സലഫ് സ്വാലിഹികളുടെ മാതൃക സ്വീകരിച്ചു തന്നെയാണ് ഈ വഴിക്കിറങ്ങിയത്. അതുകൊണ്ടാണ് നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, അതേപോലെ ഷൗക്കാനിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ആ രൂപത്തിൽ സംസാരിച്ചത്. എൻ്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്? ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലേ? റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി? ഏത് താബി മനസ്സിലാക്കി? ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്നാൽ പോരെ. അപ്പോൾ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ആ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എങ്കിൽ ആവർത്തിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ എന്നെ മൂപ്പർ വീട്ടിൽ ജോലിക്കാക്കിയാൽ നിങ്ങളെൻ്റെ ജോലിക്കാക്കുന്നത് തന്നെയാണ് ഞാൻ കാരണക്കാരാവുക. നിങ്ങളെ പെരയിൽ എന്നെ ജോലിക്കാരനാക്കി വെക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ കാരണക്കാരനാവുക. അപ്പോഴാണ് ജോലി ചെയ്യാനുള്ള കാരണം ഞാനാവുക. മുസ്ലിയാർക്ക് അതുപോലെ മനസ്സിലായില്ല വെച്ചാലോ, എന്നെ ജോലിക്ക് വെക്കുമ്പോഴാണ് അവിടുത്തെ ജോലി ചെയ്യാനുള്ള കാരണക്കാരനായി ഞാൻ മാറുക. അത് മനസ്സിലാക്കാൻ പോലുള്ള കഴിവില്ലേ? പിന്നെ യാ ഇബാദല്ലയിൽ പിന്നെ മനുഷ്യരെന്നുള്ളത് സലാം സുലമി എന്ത് പറഞ്ഞു എന്നില്ലല്ല. സലാം സുലമിക്ക് മുമ്പ് ജബ്ബാർ മൗലിയും പറഞ്ഞുകൂടോ. അൽ ഇസ്ലാഹിൽ ജബ്ബാർ മൗലി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ നിന്നും എന്ത് ഭാഗമാണ് തെറ്റിയത്, ഏത് ഭാഗമാണ് അബദ്ധം എന്ന് പറയാനാണ്, വായിക്കാനും അത് അബദ്ധമാണ് എന്നുള്ള തെളിവുമാണ്. മൂപ്പർക്കൊക്കെ ഒരൊറ്റ ആയത്താ ഇതിനൊക്കെ. എന്നാൽ ഈ ആയത്തിനെ സംബന്ധിച്ച് റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ സംബന്ധിച്ച് അമാനി മൗലവി എന്താണ് വിശദീകരിച്ചത് എന്ന് മാന്യ ശ്രോതാക്കളെങ്കിലും കേൾക്കുക. ജിന്ന് വർഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചുകൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കാൻ പിശാചിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചറിയിക്കുകയാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപയോഗങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ സാരം. അതല്ലാതെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇതിൽ ഈ ഇസ്തിംതായിൽ പിന്നെ വസീലത്ത് ശിർക്കാവുന്നതുണ്ട്, വസീലത്ത് ശിർക്കാവാത്തതുണ്ട് എന്നല്ല അമാനി മൗലവി പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ മറുപടി നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ തന്നെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതിൻ്റെ കൂടെ വരികയാണ്. യാ ഇബാദല്ല എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച്, യാ ഇബാദല്ല അയ്യനൂനി എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച് ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ഹറാമാണ്, ആ വസീലത്ത് ഷിർക്കാണ് എന്ന വാദം. എന്നാൽ അത് ഷിർക്കാവുകയില്ല എന്ന സക്കരിയ സലാഹിയുടെ ഈ പിഴച്ച വാദം ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൂർവിക പണ്ഡിതൻ ഇപ്രകാരം വിശദീകരിച്ചിട്ടുണ്ടോ?
നേരത്തെയുള്ള 2 ചോദ്യങ്ങളും അവിടെ ബാക്കിയാണ്. മുസ്ലിയാർ ഖുർആൻ ഏതെങ്കിലും ആയത്തോതിയത് കൊണ്ട് നിങ്ങൾ പറയുന്ന വാദത്തിന് വാദിത്തത്തിന് തെളിവാകൂല. അങ്ങനെയാണ് ഈ കാന്തപുരം വസൽമൻ അർസല്ല എന്ന ആയത്തോതി കാന്തപുരത്തിൻ്റെ വാദത്തിന് തെളിവാകൂല എന്നതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആയത്തോതിയാൽ ആ ആയത്ത് നിങ്ങൾ ഓതി എന്നതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന് തെളിവാവുകയില്ല. ഈ ആയത്തിൽ പ്രവാചകൻ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തോ, സഹാബത്ത് മനസ്സിലാക്കിയോ, അതാണ് ഉദ്ധരിക്കേണ്ടത്. 3-ാമത്തെ ചോദ്യം, യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച് ഹയ്യും മാദറും കാദിറും മുസ്ലിമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമാണ്, വസീലത്ത് ഷിർക്കാണ്, ഷിർക്കാവുകയില്ല എന്ന സക്കരിയാന്റെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് സക്കരിയാക്കളുടെ ഒരു പ്രയോക്താവായി നടക്കുന്ന താങ്കൾ ഈ ഹദീത്ത് വിശദീകരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പൂർവിക പണ്ഡിതൻ ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയതായി തെളിയിക്കുവാൻ സാധിക്കുമോ? ഇത് ഈ വിഷയം യാ ഇബാദല്ലാ എന്നതുകൊണ്ടല്ല, നിങ്ങൾ യാ ഇബാദല്ലാ എന്നതിനെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാവുകയില്ല, വസീലത്ത് ശിർക്കാകും എന്ന് ന്യായീകരിക്കുന്നത് കൊണ്ടാണ്. സക്കരിയ അങ്ങനെ വാദിച്ചിട്ടില്ല എങ്കിൽ അത് തെളിയിക്കാൻ ധാരാളം തെളിവുകളുണ്ട്. അതല്ല, താങ്കൾക്ക് സക്കരിയാന്റെ വാദമില്ലെങ്കിൽ സക്കരിയ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ നിന്ന് പിഴച്ചുപോയോ, ആദർശ വ്യതിയാനം സംഭവിച്ചോ, മൻഹജ് സലഫ് നിന്ന് പിഴച്ചുപോയി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം താങ്കൾ ഉപയോഗപ്പെടുത്തുമോ? അങ്ങനെ താങ്കൾ ഉപയോഗപ്പെടുത്താതെ പ്രഖ്യാപിക്കാൻ താങ്കൾക്ക് സാധിക്കാതെ വരികയും ഈ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഹയ്യും മാദറും കാദിറുമായ ജിന്നിനോട് ചോദിക്കുന്നത് ഹറാമാണ്, വസീലത്ത് ഷിർക്കാണ്, ഷിർക്കാവുകയില്ല എന്ന് പൂർവിക പണ്ഡിതന്മാർ വിശദീകരിച്ചതായി താങ്കൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഈ ആദർശത്തിൽ നിന്നും പിഴച്ചുപോയവനും പ്രമാണവിരുദ്ധവാദിയാണ് എന്നും ആദർശ വ്യതിയാനം സംഭവിച്ചവനാണ് എന്നും ഈ ചോദ്യം കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ. അൽഹംദുലില്ലാ, ഏതായാലും യാഴിപാതയ്ക്ക് വന്നു കിട്ടി. നമ്മളെ ആവശ്യം തന്നെ നേരത്തെ പറഞ്ഞ യാഴിപാതന്റെ വിഷയമല്ല, അത് ചർച്ചയല്ല. വഴുതിപ്പോകണ്ട, തെറ്റിപ്പോകണ്ട, ഒളിച്ചോടണ്ട. നമുക്കറിയാം നിങ്ങൾ അവിടെ പിടിക്കാൻ കഴിയുന്നുള്ളത്. നിങ്ങൾക്ക് എന്താ യാഴിപാത ബേജാറ്? അപ്പൊ യാഴിപാത തന്നെയാണ് ബേസ്, അത് തന്നെയാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് വിഷയാവതത്തിൽ ഞാൻ യാഴിപാത ഉദ്ധരിച്ചത്, വെറുതെയല്ല. ഏതായാലും ഇപ്പൊ ചൂണ്ടലിട്ടതും ചൂണ്ടലുമ കുടുങ്ങിയതും നാസസുല്ലമിയാണ്, സക്കരിയ സ്വലാഹിയല്ല, പുഴക്കടവിലല്ല എന്ന് ഏകദേശം ബോധ്യമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, ജോലിക്കാരൻ നിശ്ചയിച്ചാൽ അപ്പോഴാ കാരണക്കാരനാവും. അത് ശരിയാ, കാരണക്കാരനാണ് അപ്പോഴാ. ഞാൻ ജോലിക്കാരാക്കി വെച്ചു, ഞാൻ വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ മേശയിൽ പണം കാണാനില്ല. അപ്പം ആരാ കാരണക്കാരൻ? കളനെ, നിങ്ങളെന്നെ കാരണക്കാരന്. അത് തർക്കമില്ല, ഒരു സംശയമില്ല. അപ്പം ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞാൽ അതാണ്, ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞാൽ അതാണ്. സഹായിക്കാൻ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ വാചകം അത് സൂക്ഷ്മമായി പ്രയോഗിച്ച് തന്നെയാണ്. അപ്പൊ കാരണക്കാരനാകലും കാര്യകാരണത്തിന് അകത്താകലും രണ്ടും രണ്ടാണ്. കാരണക്കാരനാകലും കാര്യകാരണ ബന്ധത്തിനകത്താകലും രണ്ടും രണ്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സബബ് തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കാര്യകാരണം തിരിഞ്ഞിട്ടില്ല. ഏതോ ഒരുത്തൻ എവിടുന്നോ ഏതോ അത്തിക്കാട്ടെന്ന് ഒരു സബബ് പറഞ്ഞപ്പോൾ ആ സബബം പിടിച്ചിട്ട് ഇത് വലിയ കിട്ടലാന്നും വിചാരിച്ചിട്ട് മുജാഹിദീങ്ങളെ പഴിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് ഇറങ്ങിയല്ലേ, നടക്കൂല സുല്ലമി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പോ ഞാൻ വായിച്ചെന്ത്, യാ ഇബാദുള്ളയിൽ സലാം സലമിന്റെ വാദം വായിച്ചു, മനുഷ്യനാണ്. അപ്പൊ മൂപ്പൻ എന്താ പറഞ്ഞത്? ഹൈ, സലാം സലമി അല്ലല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞത്, ജബ്ബാർ മൗലിയും പറഞ്ഞിട്ടില്ലേ? നേരത്തെ മൂപ്പര് പറഞ്ഞതോ ജബ്ബാർ മൗലി യാ ഇബാദുള്ള ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ പൊളിഞ്ഞത്? എവിടെ പൊളിഞ്ഞത്? ജബ്ബാർ മൗലവി യാ ഇബാദ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറയാ ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ട് യാ ഇബാദ മനുഷ്യനാണ്. എന്താ സുല്ലമി, എന്താ സുല്ലമി? മടവൂരുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൗഹീദിലേക്ക് വരി, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരി, അബ്ദുസ്സലാം സുല്ലമിലെ വാദം ഒഴിവാക്കിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരി. അപ്പോഴാണ് തൗഹീദ് മനസ്സിലാകുക. എന്നിട്ട് ഞാൻ ആയത്തോതി മൂപ്പർക്ക് അങ്ങനെ അർത്ഥമില്ല എന്ന് പറയാൻ വയ്യ, പിന്നെ ആകെ വായിക്കാൻ വേണ്ടി മലയാളമാണല്ലോ, അതുകൊണ്ട് അമാനി പരിഭാഷ എടുത്തു. എന്താ വായിച്ചത് എന്താ? അദൃശ്യശക്തികളും ദിവ്യത്വവും ആർക്ക്? ജിന്നുകൾക്ക്. അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിന് സാരം. മനസ്സിലായല്ലോ? അദൃശ്യശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടോ എങ്കിൽ അതാണ് ശിർക്ക്.
അതാണ് ശിർക്ക്. ദിവ്യത്വം കൽപ്പിക്കുന്നില്ലെങ്കിലോ ശക്തി നമ്മൾ കണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിലോ ആ വക യാതൊരു വിശ്വാസം ഇല്ലെങ്കിലോ അമാനിമൊഴി ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല ഇസ്തിംതാഴ് മാത്രമാണോ നിങ്ങൾക്കാകെ അമാനി പരിഭാഷ അറിയുള്ളായിരിക്കാം. പക്ഷേ ആ ഇസ്തിംതാഴ് എന്തെല്ലാം ഉണ്ട് ഈ അമാനിമൊഴിയുടെ പരിഭാഷയിൽ നിന്ന് വായിച്ച അതേ ആശയം തന്നെ വിശദീകരിച്ച ഖുർആൻ വ്യാഖ്യാതാക്കള് മഹാന്മാരായ മുഫസ്സിറുകൾ, ആ മുഫസ്സിറുകൾ ഇസ്തിംതാഴ് എന്തെല്ലാം പറഞ്ഞു മൂപ്പരാകെ വായിച്ചു പഠിച്ചത് ഒരു അമാനി പരിഭാഷ. അതെന്നെ മര്യാദക്കിട്ട് വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താ മുൻഗാമികൾ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറ വായിക്കുന്നത്. നീ ഏതാ നടങ്ങാറാവണ്ട. ഖുർത്തുബി പറയുന്നു ഏതൊക്കെയാണ് ഈ ഇസ്തിംതാഴ്. ഈ പറഞ്ഞ അമാനി വഴി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു അത് മാത്രമല്ല ഇസ്തിംതാഴ്. പിന്നെന്താ ഇസ്തിംതാഴ്? വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയാഹും. ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാ ആണ്. അപ്പോൾ ഇസ്തിംതാ പല രൂപത്തിലുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ശരി, അമാനി മൗലവി പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്ക് തന്നെ. ഇനിയിപ്പോ അടുത്ത ചോദ്യം എന്താ? യാ ഇബാദല്ലാഹ് എന്ന കോഡ് ഉപയോഗിച്ചിട്ട് ഹദീസ് പ്രകാരം ചെയ്താൽ വസിയത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞു. ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അത് വസിയത്ത് ശിർക്കാണ് നമ്മളും പറഞ്ഞിട്ടില്ല. പിന്നെ സക്കരിയ സ്വലാഹിക്ക് പറയേണ്ടി വന്നു. എപ്പോൾ? ഈ യാ ഇബാദല്ലയും ഈ ഇസ്തിആനത്തും നിങ്ങൾ കൂട്ടിക്കുഴച്ചു. യാ ഇബാദല്ലയും ഇസ്തിആനത്തും കൂട്ടിക്കുഴച്ചു. എന്നിട്ട് ജിന്നിനോട് തേടാമെന്നാ ഇപ്പൊ പറയുന്നത്. ഈ ഹദീസിന് തത്വമുണ്ടാക്കിയതാ പ്രശ്നം. ഇപ്പൊ അതല്ലേ പറയുന്നത് ഹദീസല്ല പ്രശ്നം, പക്ഷെ ഹദീസിന് തത്വമുണ്ടാക്കി അതാ കുഴപ്പമെന്ന. അങ്ങനെ ആളുകൾക്ക് ദുർന്യായം പറഞ്ഞ് അവര് ആളുകൾക്കിടയിൽ കുപ്രചാരം നടത്തിയപ്പോൾ അത് ശരിയല്ലെന്ന് പഠിപ്പിക്കാൻ അവിടെയാണ് വസീല പറഞ്ഞത്. മഞ്ചേരി പരിപാടിയിൽ സക്കരിയ സ്വലാഹി വസീല പറഞ്ഞിട്ടുണ്ട്, ഹറാമും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹദീസ് പ്രകാരം അമൽ ചെയ്താലോ? ഹദീസ് പ്രകാരം അമൽ ചെയ്യണമെങ്കിൽ ഹദീസ് സ്വഹീഹാവണം. ഈ ഹദീസ് നബിതങ്ങളിൽ നിന്ന് സ്വഹീഹായി സ്വീകാര്യയോഗ്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലഈഫ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് കായക്കൊടിയും ഞാനും തയ്യാറാക്കിയ പ്രബന്ധത്തിലുണ്ട്. അത് പറ്റുമെങ്കിൽ സ്വസ്ഥമായി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിലും തർക്കമില്ല. ആ നാലാമത്തെ ചോദ്യവും ഇതാ ഉത്തരം. മൂന്നാമത്തെ ചോദ്യവും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ചോദിക്ക്. ഈ രണ്ട് ചോദ്യം ബാക്കില്ലേ? നിങ്ങൾ ചോദിച്ചു കിട്ടാൻ കാത്തിക്കുക ഞങ്ങൾ പറയാന്. അപ്പൊ ഏതായിരുന്നാലും മദ്യപാനം വരെ ഇസ്തിംതാഇൽ പറഞ്ഞു, വ്യഭിചാരം വരെ ഇസ്തിംതാഇൽ പറഞ്ഞു. അത് ശിർക്കാണോ? നിങ്ങൾ പറയോ മദ്യപിച്ചാലും ശിർക്ക്, വ്യഭിചരിച്ചാലും ശിർക്ക് എന്ന് നിങ്ങൾ പറയോ? സുല്ലമി പറഞ്ഞൂടെ? ഇല്ല. ഏതായിരുന്നാലും ഹംസബാക്കയും കായക്കൂടെ അടുത്തുള്ളതുകൊണ്ട് അത് പറയാൻ സമ്മതിക്കില്ല, നമുക്കറിയാം. അപ്പൊ ഇസ്തിംതാഴ് പല സൈസ് ഉണ്ട്. അതാണ് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ആ ആയത്തിലൂടെ നിങ്ങളെ സംവാദം പൊളിഞ്ഞു. ആ ആയത്തിലൂടെ ഇസ്തിംതാഴ് ഉണ്ട് എന്ന് കിട്ടി. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോഴല്ലേ ഇസ്തിംതാഴ്. കായക്കൂടെ ചോദിച്ചാൽ മതി എന്താ കായക്കൂടെ ഇസ്തംതഅ എന്ന ആ ഒരു ബാബ് എങ്ങനെ അർത്ഥം വെക്കുക അവിടെ ചോദിച്ചാൽ മതി. അപ്പൊ കിട്ടും. അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അങ്ങോട്ടുള്ള എല്ലാം ശിർക്ക്, ഇങ്ങോട്ടുള്ള എല്ലാം ശിർക്ക് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്തിംതാഴ് പലതരമുണ്ട്. ആ ഇസ്തിംതാഇന്റെ ഒരു വകുപ്പാണ് ഇസ്തിആനത്തും. ആ ഇസ്തിആനത്തിലും ഇത്തരമുണ്ട്. മാത്രമല്ല ഈ ഇസ്തിംതാഇന്റെ അസ്ൽ തന്നെ ഹറാമാണ്. ഇസ്തിംതാഇന്റെ അസ്ൽ ശിർക്കല്ല, ഇസ്തിംതാഇന്റെ അസ്ൽ ഹറാമാണ് എന്നല്ലേ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന ചോദ്യങ്ങൾ അത് വളരെ കൃത്യമായി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് തെളിഞ്ഞ് വിചാരിക്കണ്ട. ആയത്തിങ്ങനെ ഓതി പറഞ്ഞ സമാധാനത്തിൽ നല്ലതാ. പക്ഷെ ആയത്ത് ഓതിയാ പോരാ. നിങ്ങൾ ഇയ്യാക്കഅനഅബ്ദു ഓതിയല്ലോ, ഇൻഷാ അല്ലാഹ് എൻ്റെ ചോദ്യ സമയത്ത് ഞാൻ ചോദിച്ചരാ. നിങ്ങളെ ഇയ്യാക്കഅനഅബ്ദു ഓതിയ കോലം ഞാൻ പിടിച്ചരാ. നിങ്ങൾ എങ്ങനെ ഓതിയത്, എന്തർത്ഥം വെച്ചത് എൻ്റെ സമയത്ത് ഞാൻ ചോദിക്കും. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ തയ്യാറായിക്കോളി. അപ്പൊ അതുകൊണ്ട് ആയത്താണ് ഓതി രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. ഇയ്യാക്കഅനഅബ്ദു മാത്രം മതി ശിർക്കും വസീലയും തെളിയാൻ. രണ്ടും പഠിപ്പിക്കാൻ ആ ഒരൊറ്റ ആയത്ത് മതി. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അല്ലാഹു മാത്രം പോകേണ്ടത് ഏതാണോ അതല്ലാത്തതിലേക്ക് പോയാൽ ശിർക്ക് തന്നെയാണ്. അല്ലാത്ത പോയാലോ
ജായിസായതുണ്ടാകും, ഹലാലുണ്ടാകും, ഹറാമുണ്ടാവും, പല സൈസ് ഉണ്ടാവും. അതാരോട് എന്തിനെ എപ്പോൾ എങ്ങനെ എവിടുന്ന് ചോദിക്കുന്നു എന്ന മാനദണ്ഡം അനുസരിച്ച് പല കോലത്തിൽ വരും. അല്ലാതെ മൂപ്പര് ചോദിച്ചത് ആവനെന്ന് കണ്ടപ്പോ ആരോട് എന്തും ചോദിക്കാതെ ഇല്ല സുല്ലമി അങ്ങനെ ചോദിക്കാൻ പറ്റൂല. അതിനും വകുപ്പുണ്ട്. മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് എന്തും ചോദിക്കാൻ പറ്റൂല, അതിനും നിയമമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും 3 ചോദ്യമാണ് ചോദിച്ചത്. 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും മുസ്ലിമീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, മുജാഹിദീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഈ സബബ് 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 എന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു ഇടങ്ങാറുണ്ടാക്കരുത് എന്നാണ് എനിക്കുള്ള ഉപദേശം. കുറെ മാസങ്ങളായി നിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഇത്രയും കാലം തൗഹീദ് പറയാൻ നിങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത്രയും കാലം ഖുറാഫാത്ത് സംസാരിക്കാൻ നിങ്ങളാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും കാലം മടവൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. പോകുന്നതിന് ശേഷവും ഞങ്ങൾ അധികമൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ അതും പറയാൻ നിൽക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ദഅവത്ത് മേഖലയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു ഈ ദാഴിമാരെല്ലാം ശിർക്കിലാണ്, ഈ ദാഴിമാരെല്ലാം ജിന്നൂരികളാണ് എന്നിട്ട് പറയുന്നു അള്ളാന്റെ പള്ളിയിൽ ക്ലിപ്പിട്ട് പറയുന്നു. ഞാൻ ഈ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെന്ന് നിന്നാ മതി, അല്ലാത്ത പോയിക്കോളീന. മൂപ്പരകത്തുണ്ടെങ്കിലേ ഇത് പറയാനുള്ള അവകാശം. KNM മെമ്പർഷിപ്പ് ഉണ്ടോ, KJ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നിട്ട് പറയാം ഞങ്ങളോടൊക്കെ ഇങ്ങൊക്കെ പോകണം. ഞാൻ പറഞ്ഞ് സ്വീകരിക്കോ എന്നാ മദീന. അതുകൊണ്ട് ആ വക തോന്നലുകൾ, ആ വക ധാരണകൾ ന്യായമല്ല സുല്ലമി. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ തുറന്ന് പറയാ ഞാൻ മടവൂര് തന്നെയാണ്, ഉള്ളു മാറിയിട്ടില്ല, കസേരയെ മാറിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പോരാൻ തയ്യാറാവുക. അല്ലാതെ ഈ ചാരപ്പണിയുമായി മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നിട്ട് ഇവിടെ വന്ന് ഈ മുജാഹിദീങ്ങളെ മുഴുവൻ ശിർക്കാരോപിക്കാൻ, തൗഹീദിനെ ആളുകൾ മുഴുവൻ മുസ്ലിക്കാക്കി മാറ്റാൻ, അവരോടുള്ള ബന്ധങ്ങൾ മുറിക്കാൻ, ഈ സാധുക്കളായ സാധാരണക്കാരായ പ്രവർത്തകന്മാരെ പ്രേരിപ്പിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ഇറങ്ങരുത് എന്നാണ് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തൗഹീദ് നിങ്ങൾ പഠിക്കി, എന്താ സബബ് നിങ്ങൾ പഠിക്കി, എന്താ കാര്യകാരണ ബന്ധം പഠിക്കി, എന്താ ഭൗതികം അത് പഠിക്കി, എന്താ അഭൗതികം അത് പഠിക്കി. അല്ലാതെ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് അവസാനം ഞാൻ ആസസുല്യമ അഭൗതികമാകുന്നപ്പോൾ എൻ്റെ ബേജാറ്. ഇനി വല്ലാണ്ട് മൂപ്പിലെ ഹാജറാകാൻ സാധ്യതയില്ല, ഇനി ഓയിബാവും ചിലപ്പോൾ അദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് പഠിച്ചിട്ട് ആ പഴയ സുല്ലമിയുടെ വാദം, നാസസുല്ലമിയുടെ വാദം അത് വിട്ടിട്ട് നിങ്ങൾ വരൂ. അതുകൊണ്ട് സബബ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഏർപ്പാടാക്കി എവിടെ കണ്ടപ്പാ അതെന്നെ സബബ്, ഇനി വേറെ എന്തെങ്കിലും കണ്ട അതെന്നെ സബബ്, അത് എളുപ്പമുണ്ട് സുല്ലമി. അതുകൊണ്ട് പ്രമാണം ഉദ്ധരിച്ച് നിങ്ങൾ വിഷയം ക്ലിയറാക്കണം. മുസ്ലിയാർ ഇപ്പോൾ സംവാദം ജിന്നിനോടുള്ള സഹായത്തായിട്ടല്ല, ഞാനും അടവൂരിയാണോ ചാരനാണോ എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് നല്ല അനുഭവമുണ്ട്. കാരണം ഖുറാഫാത്തിൽ നിന്ന് എല്ലാ വിശ്വാസം അതേപോലെ പേറി ഈ പ്രസ്ഥാനത്തിൽ ആ അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു കുബൂരിചാരനായി അദ്ദേഹം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോഴത്തെ ഈ സംവാദ വിഷയം എന്ന് പോലും മറന്നിട്ടുണ്ട്. എന്നിട്ടോ കുർത്തുബി വായിച്ചു. മുസ്ലിയാരെ കുർത്തുബി വായിച്ചതിൽ എവിടെയെങ്ങൾ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായ തേട്ടം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എവിടെയാണ് കുർത്തുബിയിൽ പറഞ്ഞത്? ഇവിടെ ഞങ്ങളുടെ ചോദ്യം എന്താ, നിങ്ങൾ ഓതി ആയത്ത് റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് ബാക്കി വായിച്ചു നോക്ക്. വബലഗനാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാലൻ നാറു മസ്വാകും ഖാലിദീന ഫീഹാ. നരകത്തിൽ നിത്യവാസികളായി കഴിയുന്ന അവരുടെ സങ്കേതത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതല്ലാതെ സിന ചെയ്താലുണ്ടാകുമ്പോൾ അതിൻ്റെ ഇസ്തിംതാഴത്ത് അതിലുള്ള ഇസ്തിംതാഴ് അത് വസീലത്ത് ശിർക്കാണോ, അത് ശിർക്കാണോ, അതല്ല, അതൊക്കെ നമുക്ക് വേറെ സംവാദം വെക്കാം. ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി എവിടെയാണ് അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത്? അതാണ് മുസ്ലിയാരെ കൊണ്ടുവരേണ്ടത്. പിന്നെ ഞാൻ ജബ്ബാർ മൗലവിൻ്റെ ഇസ്ലാഹിൽ പറഞ്ഞു പറഞ്ഞപ്പോൾ മുസ്ലിയാരെ ജബ്ബാർ മൗലവിൻ്റെ വേറെ ഇസ്ലാഹാണ് ഞാൻ വായിച്ചത്. അതല്ലാതെ നേരത്തെ ഇവിടെ വിവാദമായ വിഷയമല്ല. വിവാദമായ വിഷയത്തെക്കുറിച്ച് ജബ്ബാർ മൗലവിനെ കൊടുത്ത ഇൻ്റർവ്യൂ എന്താ? പിന്നെ എന്തിനാണ് ലൈഫായി ഹദീസിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അനാവശ്യ ചർച്ച ചെയ്യുന്നത്? അതിന് കൊടുത്ത മറുപടി എന്താ? എനിക്കറിയില്ല. വിരോധികൾ വിവാദമാക്കിയ ലേഖനത്തിൽ ഞാൻ അങ്ങനെ ഒരു ഹദീസ് രേഖയായി ഉദ്ധരിച്ചിട്ടേയില്ല. അത് വേറെ ഇസ്രായേൽ പറഞ്ഞ വിഷയം. എന്നാലോ ജബ്ബാർ മൗലവി യായ് ബാദറിനെ കുറിച്ച് കാമ എന്ന് ജീവിതത്തിൽ മുണ്ടിയിട്ടില്ല എന്നല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇയാളതാ മനസ്സിലാക്കിയത്. ജബ്ബാർ മൗലവി എന്ന് കേൾക്കുമ്പോഴത്തേന് ഇയാൾക്ക് അതേ ഓർമ്മ വരുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. ജബ്ബാർ മൗലവി യായ് ബാദറിനെ കുറിച്ച് മറ്റൊരു ഇസ്രായേൽ എഴുതിയപ്പോൾ അവിടെ ഇതിൽ മനുഷ്യനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഫൈസിയും അംഗീകരിച്ചുവല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇയ്യാക്കൻ അഅ്ബുദു, പിന്നെ ഉപരണത് ഇയ്യാക്കൻ അഅ്ബുദു ചോദ്യത്തിൻ്റെ സമയത്ത് അതിൽ ശിർക്കുണ്ടോ വസീലത്ത് ശിർക്കുണ്ടോ എന്ന് തെളിയിക്കാന്ന. ചോദ്യത്തിന് സമയത്തല്ല, ചോദ്യ സമയത്ത് ഞാനാ ഉത്തരം പറയാം. ഇപ്പം നിങ്ങൾ ഉത്തരം പറയുന്ന സമയമാണ്.
ഇപ്പൊ ഉത്തരം പറയുന്ന സമയത്താണ് പറയേണ്ടത്. ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിൽ തന്നെ അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? ജിന്നിനോട് ചേട്ടത്തിൽ അതിൽ വസീലത്ത് ശിർക്കുണ്ടോ, അതിനെന്താ തെളിവ് എന്നാണ്. അത് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഏത് ഭാഗമാണ്, അത് വായിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ചോദ്യം ഞാൻ സക്കരിയ സലാഹി ഇങ്ങനെ അയ്യമാതരും കാതിരുമായ ജിന്നിനോടുള്ള ചോദ്യം അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ് എന്നതിന് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ വിശദീകരിച്ചത് കാണിച്ചു തരാമോ എന്നതിനും മുസ്ലിയാർക്ക് ഇബാറത്ത് വായിക്കാൻ പറ്റിയില്ല. മുസ്ലിയാർ വായിക്കുന്നതൊക്കെ തെളിവായി ജനങ്ങൾ സ്വീകരിക്കുന്ന വിചാരിച്ചത്. നാലാമത്തെ ചോദ്യം യാ ഇബാദല്ലയുടെ പിന്നെ അതിൻ്റെ ആശയത്തിൽ ശിർക്കില്ല എന്നാണല്ലോ. യാ ഇബാദല്ല ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതല്ല, നിങ്ങളെ വാദം അതാണ്. നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ വസീലത്ത് ശിർക്കുണ്ട്, ഷിർക്കായതുണ്ട്, ഹറാമുണ്ട് എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന. അതുകൊണ്ട് നാലാമത്തെ ചോദ്യം യാ ഇബാദല്ലയുടെ ആശയത്തിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പൂർവീകരൊക്കെ ഷിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഋതുബിയുടെ സംഭവം അത് പ്രചാരം സിദ്ധിച്ചതാണല്ലോ. ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് സമസ്തക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ ഷിർക്കാണ്, അത് ആ വിഷയം ഷിർക്കാണ് എന്ന് പറയുകയും ആ ഉദ്ധരണി ദുർബലമാണ്, വാറോലയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ ഋതുബിയുടെ സംഭവം റിപ്പോർട്ട് ചെയ്ത ഈ ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാർ ആ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അക്കാരണത്താൽ യാ ഇബാദല്ലയിൽ ഷിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം അപ്പൊ പൂർവീകരൊക്കെ ഷിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അവരാരും അതിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നതുപോലെ ഋതുബിയുടെ സംഭവത്തിൽ ഷിർക്കുണ്ട് എന്ന് പൂർവീകർ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഇബ്നു കസീറിനെ പോലെ ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള ഇത് ഉദ്ധരിച്ച ആളുകളൊക്കെ സമസ്തക്കാർ മരിച്ചുപോയവർക്ക് തെളിവാക്കി കൊണ്ടുവരുന്ന ഈ സംഭവവും അവരുടെ പ്രമാണമായി ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ലെങ്കിൽ യാ ഇബാദല്ലയിൽ ഷിർക്കുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? ഇത് തടസ്സമാണ് എങ്കിൽ നിങ്ങൾക്ക് അതും തടസ്സമാവണം. അത് തടസ്സമല്ല എങ്കിൽ ഇതും തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് യാ ഇബാദല്ലയിൽ ഷിർക്കുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹിയിൽ നിന്നുള്ളതല്ല, അത് ദുർബലമാണ്. പിന്നെ ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ അത് ലഈഫാണ്. ലഈഫായ അതിനെ കുറിച്ച് ഞമ്മക്ക് എന്താ പറയാനുള്ളത്? അതിൻ്റെ വർത്താനം മുജാഹിദ് അവിടെ നിർത്തുന്ന അത് ഹുസൈൻ സലഫി പഠിപ്പിച്ചു തന്നതാ. ഞങ്ങൾ ആ നിർത്തുന്നത് അത് ഋതുബിയുടെ സംഭവമാണെങ്കിലും ശരി, അതേപോലെ തന്നെ അതുകുറിൽ ഹബീബ് ഇലൽ ഹബീബ് എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമാണെങ്കിലും ശരി, യാ ഇബാദല്ല എന്ന സംഭവമാണെങ്കിലും ശരി. അതുകൊണ്ട് ഇതിൽ ശിർക്കില്ലെങ്കിൽ അതിലും ശിർക്കില്ല എന്ന് പറയാൻ തയ്യാറാവുമോ? എന്താണ് സുല്ലമി ഖുറാഫാത്തും ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? മടവുരിസം മാത്രമേ ഖുറാഫാത്തും കൊണ്ടുവരാനാ സമ്മതിക്കൂല. ഞങ്ങളൊക്കെ ഉള്ള കാലത്തോളം ഒരു ഉത്തുബിയും വരെ പോവില്ല. ഇപ്പം മൂപ്പര് ഉത്തുബിയ, മൂപ്പയ്ക്ക് എന്ത് ഉത്തുബി? ഈ കാലം വരെ ഖുറാഫയ്ക്കെതിരെ ഒരു വയലെങ്കിലും പറഞ്ഞ സുല്ലമിങ്ങൾ പിന്നെ എന്ത് ഉത്തുബിയ നിങ്ങൾക്കറിയോ? ഇബ്നു കസീർ എന്താ വിഷയത്തിൽ പറഞ്ഞത്, എങ്ങനെയാ ഉദ്ധരിച്ചത്, എന്താ പരാമർശിച്ചത്? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? ഏതെങ്കിലും ഒരുത്തം പനോട്ട് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചാൽ ഈ വക ഇടങ്ങാറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സുല്ലമി ഇനി മനസ്സിലാക്കിക്കോളി. ഇപ്പം എന്തായാലും മൂപ്പര് സമ്മതിച്ചത് ഇസ്തിംതായ് വലുതുണ്ട്, നീ ഇസ്തിയാനത്ത് വലുതുണ്ടോ? അങ്ങനെ തന്നെ സമ്മതിക്കല്. ഇസ്തിംതായ് വലുതുണ്ട്, അതല്ല നമ്മളെ വിഷയം. ഇസ്തിയാനത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോന്നാ. നിങ്ങൾ ഇസ്തിംതായ് നാത്തോതി എന്തിനാ? നിങ്ങൾ എന്തിനാ അമാനി മൊഴി വായിച്ചത്? അമാനി പരിഭാഷ വായിച്ചത് എന്തിനാ? ദിവ്യത്വം കൽപ്പിക്കാനപ്പെട്ട ഇസ്തിംതായ് അത് വലുതുണ്ടോ? അത് വലുതുണ്ടോ? ദിവ്യത്വം കൽപ്പിക്കുന്ന ഇസ്തിംതായ് പലതുണ്ട് എന്നാണോ? എന്താ സുല്ലമി ഇപ്പം തന്നെ നിങ്ങളായാലോ? ഇനിയിപ്പോൾ എനിക്ക് 5 ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ ബാക്കി വേണ്ട ഉത്തരം പറയാൻ നിങ്ങൾ ഇപ്പം തന്നെ ഇടങ്ങാറാകല്ലേ? അപ്പം ഏതായാലും ഇസ്തിംതായ് പലതുണ്ടെന്ന് ഇപ്പോൾ ഏതായാലും സുല്ലമിക്ക് ബോധ്യപ്പെട്ടു. സുല്ലമി ആ ഇസ്തിംതായിൻ്റെ ഭാഗം തന്നെയാണ് ഇസ്തിആനത്ത്. ഇസ്തിംതായിൽ പെട്ടു ഇസ്തിആനത്ത് ഇല്ല എന്നാണോ? നിങ്ങൾക്ക് ഇസ്തിംതാവ് അറിയില്ല, ഇസ്തിആനത്തും അറിയില്ല എന്നല്ല മനസ്സിലാക്കണത്. ഇസ്തിംതായ് എന്താ? പരസ്പരം ഉപകാരമെടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ. അതിൽ വരൂല ഇസ്തിആനത്ത്? അതിന് വലിയ സഹായം ആവശ്യപ്പെടുന്നത്? സഹായം ആവശ്യപ്പെടില്ലല്ലോ, ഉപകാരം എടുക്കുക എന്നല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇസ്തിആനത്ത് പെടില്ല എന്ന് സുല്ലമില്ല വേറെ ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയോ? അതുകൊണ്ട് ആ വക പോയത്തങ്ങൾ നീ പറയില്ലേ. അപ്പൊ ഏതായിരുന്നാലും ജബ്ബാർ മൗലവി പറഞ്ഞത് ഈ ഹദീസിനെ ഉദ്ദേശിച്ചല്ല എന്ന് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു, അദ്ദേഹം അംഗീകരിച്ചു. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ജബ്ബാർ മൗലവി ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണോ? അപ്പൊ ഞാനും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇസ്ലാഹാണ് ഇവിടെ ഉദ്ധരിച്ചത്. ആ ഇസ്ലാഹെ പരാമർശിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ യാണിബാദ ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞത് സക്കരിയ സ്വലാഹിയുടെ പ്രബന്ധത്തിൽ എന്തേ ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത് ജബ്ബാർ മൗലവി
എഴുതിയില്ലേ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ജബ്ബാർ മൗലവി ഹദീസ് ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ തന്നെ എടുത്തു പറഞ്ഞു ഹദീസ് ഉദ്ദേശിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ തന്നെ പൊളിക്കലി. പണ്ട് സാലിഷ് കിതാബായിട്ട് വന്നു, ഒരു ഓൻ തന്നെ പറഞ്ഞു ഞാൻ അംഗീകരിക്കലില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു ജബ്ബാർ മൗലവി ആ ഇബാദത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ അത് നിങ്ങൾ തന്നെ പൊളിക്കുക, പിന്നെ നിങ്ങളും സാലിഷും വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വക പണിയിലേക്ക് പോകല്ലേ. അപ്പൊ ഏതായിരുന്നാലും ഇബ്നു കസീർ ഉത്ബി കഥ ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ അങ്ങ് അമൽ ചെയ്തു എന്നുണ്ടോ? ഞങ്ങൾ ചോദ്യം പ്രസക്താണ്. എന്നാ ചോദ്യം പ്രസക്താണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചു പോകുകയല്ല ചെയ്തത്. ഇമാം അഹ്മദ് അന്നഹു ഖദ് അമില ബിഹി, ഇമാം അഹ്മദ് ഇത് പ്രകാരം അമൽ ചെയ്തിരിക്കുന്നുവെന്നാണല്ലോ ഉള്ളത്. ഇമാം അഹ്മദ് അമൽ ചെയ്തു. അതേപോലെ ഇബ്നു മുബാറക്കിന് കൊടുത്തു ഹദീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് ശിർക്കാണ്, നാസസുല്ലമി എന്ന അഖീദന്റെ ആലിമ പറഞ്ഞിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. മറിച്ചോ സനദ് എനിക്ക് തൃപ്തിപ്പെട്ടിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട സനദ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂലാ, ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്. അതേപോലെ ശേഷം വന്ന ആരെല്ലാം, ഷൗക്കാനി പറഞ്ഞില്ലേ, ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, ശൈഖുൽ ഇസ്ലാമിന്റെ അൽ കലിമത്ത് ത്വയ്യിബില്ലേ, ഇബ്നു ഖയ്യിമിന്റെ അൽ വാബിൽ സ്വയ്യിബില്ലേ, എന്താ ഉള്ളത്? ഉദ്ധരിച്ചു പോയിക്കല്ല, വെറുതെ പറഞ്ഞു പോയിക്കല്ല. പിന്നെയോ ബാബുമാ യഖൂലു ഇലം ഫലതത്തിദ്ദാബ, മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത്, മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത് എന്ന പേജിലാണല്ലോ അവർ പലരും കൊടുത്തത്. ഇമാം ഷൗക്കാനി ആ ആശയത്തിലേ കൊണ്ടുവന്നത്. അപ്പൊ പറയാൻ പഠിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത്. ഇബ്നു കസീറോ ഇങ്ങനെ കഥ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം. അൽ ഹികായത്തുൽ മശ്ഹൂറാണ് ഇബ്നു കസീറിന്റെ വാചകം, സൂറത്തുൻ നിസായിലാണത്, പോയിട്ട് മറിച്ച് നോക്കിയാൽ മതി. അവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ? അൽ ഹികായത്തുൽ മശ്ഹൂറ, മശ്ഹൂറായ ഒരു കഥ ഉണ്ട്, മശ്ഹൂറായ ഒരു കഥ ഉണ്ട് എന്നാ പറഞ്ഞത്. ആ കഥ ഉണ്ട് എന്ന് പറഞ്ഞോടോ ഇബ്നു കസീർ ശിർക്ക് പറഞ്ഞോ എന്നാലും ചോദിക്കുന്ന കാര്യമുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ ഈ വിഷയത്തിൽ അഭൗതിക തേട്ടമില്ല, യാ ഇബാദുള്ളാഹി ദുആ ഇല്ല, ഗായിബിനുള്ള ദുആ ഇല്ല. ഇബ്നു ബാസ് പറഞ്ഞതുപോലെ വലൈസ ദുആ ലി ഗായിബിൻ, ഗായിബിനുള്ള ദുആ അല്ല അത്. എത്ര പേര് പറഞ്ഞു? അതേപോലെ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർക്കിയ, ഇത് ശിർക്കായ ഇസ്തിആനത്തിന്റെ വകുപ്പിൽപ്പെട്ടതല്ല, ശിർക്കായ ഇസ്തിആനത്തിന്റെ വകുപ്പിൽപ്പെട്ടതല്ല. അവിടെയാണ് നമ്മുടെ പിടുത്തം. അതിന് തിരിച്ചു വായിക്കാൻ കഴിയോ? ഇത് ശിർക്ക് തന്നെയാണ്, യാ ഇബാദ ശിർക്ക് തന്നെയാണ് എന്ന് പറയാൻ കഴിയോ? അത് കഴിയാത്ത കാലത്തോളം പിന്നെ ഈ വക ന്യായങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉത്തുബിക്കത് അവിടെ ഉണ്ട്, അതുക്കൽ ഹബീബ് ഹബീബ് ഉണ്ട്. എന്താ സുല്ലമി അതുക്കൽ ഹബീബ് ഹബീബ് അവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞുള്ളത്? ഇവിടെ സഹായം ചോദിച്ചതല്ല, ഖബറിന്ന് വിളിച്ചു പറയപ്പെട്ടു. എന്ത്? അതുക്കൽ ഹബീബ് ഇദൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കുക. എവിടെയുള്ളത്? തഫ്സീർ റാസിയിൽ. സനദുണ്ടോ? ഇല്ല, ഒരവലംബവും ഇല്ല. എന്താ അവിടെ ഉള്ളത്? നബിനോട് ചോദിച്ചു എന്നല്ല, നബിനോട് തേടി എന്നല്ല. പിന്നെയോ അതുക്കൽ ഹബീബ് ഇദൽ ഹബീബ്. ഞങ്ങൾ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, സംശയമേ ഇല്ല. അപ്പൊ ഇമാമിങ്ങൾ ചെയ്തല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെ വിചാരം ഇമാമിങ്ങൾ കിതാബുകളൊക്കെ ഇനി ചെയ്യാന്ന, അത് ഖുറാഫാത്താണ് സുല്ലമി. ആ ഖുറാഫാത്ത് കൂടി ഇനി ഇവിടെ ചെലവഴിക്കാൻ ശ്രമിക്കല്ല എന്നാ പറയാനുള്ളത്. ഏതായാലും ഹുസൈൻ സലഫി പഠിപ്പിച്ചോത്താ ഞങ്ങൾ ഉള്ളത് എന്നാ. പിന്നെ എന്തിന് നിങ്ങൾ ഹുസൈൻ സലഫിനെ സൈഡാക്കിയത്? പിന്നെ എന്തിന് ഹുസൈൻ സലഫിക്ക് എതിരെ എപ്പം നിൽക്കണത്? അപ്പൊ മനസ്സിലായല്ലോ ഇതിന്റെ സബബ് പറയണമെന്നുള്ളത്. അപ്പൊ സബബ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായിരുന്നാലും സബബ് എന്ന് എന്താ സുല്ലമി പഠിക്കണം. അല്ലാഹു തആല ഓരോ സൃഷ്ടികൾക്കും നിശ്ചയിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അതാണ് സബബ്. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സബബുണ്ട്, ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സബബുണ്ട്. ആ സബബ് വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു വസീല കേട്ടു, ഒരു സബബും കേട്ടു, അത് രണ്ടും കൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി ഉസ്താദേ എന്നാണ് സുല്ലമിയോട് പറയാനുള്ളത്. ഇനിയിപ്പോ ഇസ്തിംദാഇന്റെ ആയത്തിൽ വസീല എന്ന് തഫ്സീലുണ്ടോ എന്നാ മൂപ്പര് വിചാരം. വസീല എന്ന സാധനം എന്താ? അതും മൂപ്പര് തിന്നിട്ടില്ല. സബബ് തിരിയാത്തത് പോലെ തന്നെ വസീലയും തിന്നിട്ടില്ല. വസീല എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. വസിയത്തു ഷിർക്ക്, ഷിർക്കിലേക്കുള്ള വഴി. വസിയത്തുൽ ഹറാമ്, ഹറാമിലേക്കുള്ള വഴി. അതേപോലെ വസിയത്തുൽ ഉജൂബ്, ഉജൂബിലേക്കുള്ള വഴി. ഇങ്ങനെയൊക്കെ പലതേക്കും ചേർത്തുപയോഗിക്കുന്ന വാക്ക വസീല. ഏത് കാര്യവും ഷിർക്കിലേക്ക് എത്തിക്കുമോ അതിന് വസിയത്തു ഷിർക്ക് എന്ന് പറയും. ആയത്തുണ്ടോ? പണ്ട് സുന്നാൾ ചോദിച്ചിരുന്നു നബിദിനാഘോഷം പാടില്ല എന്ന് ആയത്തുണ്ടോ എന്ന് പറഞ്ഞ പോലത്തെ ചോദ്യം ഇതൊക്കെ. നിങ്ങൾക്കറിയില്ലേ ഖബർ കെട്ടിപ്പൊക്കൽ ഷിർക്ക് ഹറാമാണല്ലോ, ഷിർക്കല്ലല്ലോ. എന്തേ കാരണം? അത് വസിയത്തു ഷിർക്കാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. തസ്വീർ, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പ്രതിമയുണ്ടാക്കല് അത് ഹറാമാവാൻ കാരണം എന്താ? അത് ഷിർക്കിലേക്കുള്ള വഴിയാ. നീ സുല്ലമി ചോദിക്കുന്നത് പ്രതിമ ഉണ്ടാക്കിയ വസീതു ഷിർക്കാൻ ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ആ ആയത്തോ ഹദീസും ഉണ്ടാവേണ്ട കാര്യമില്ല അവിടെ. മറിച്ച് ഷിർക്കിലേക്ക് എത്തിക്കുമോ? ഏതും വസീലയായി, ഏതും വസീലയായി. നാസർ സുല്ലമി മുജാഹിദ് ഷിർക്കിലേക്ക് എത്തിക്കുന്നുവോ അദ്ദേഹം വസീതു ഷിർക്കാണ്. അത് ആയത്തിന്റെ ആവശ്യമില്ല,
ഹദീസിന്റെ ആവശ്യമില്ല. ശിർക്കിലേക്ക് എത്തിക്കുമോ? അതെല്ലാം വസീല. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് ഞങ്ങളെ മുസ്ലിക്കാക്കരുത് എന്നാ സൂചിപ്പിക്കാനുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വക ചില മനുഷ്യന്മാർ വരുമെന്ന്. അവരെന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടിക്കൊഴുക്കും. ഇല്ല അന്നക സീറമിൽ മുബ്തദിഅതി, ചില മുബ്തദിഉകൾ ഖലതു ബൈനൽ അംറൈനി, രണ്ടും കൂട്ടിക്കൊഴുക്കുന്നു. വജഅൽ ഇസ്തിഗാസത ബിൽ മയ്യിതി, മയ്യിത്തോട് ഇസ്തിഗാസയെ അവരാക്കുന്നു. മഅനം മുശാബഹൻ ലിൽ ഇസ്തിഗാസ ബിൽ ഹയ്യിൽ ഹാദിരി അലാ മാ യഖ്ദിറു അലൈഹി, ഹയ്യും ഹാദിറും ഖാദിറുമായതിനോടുള്ള ഇസ്തിഗാസയെ മയ്യിത്തോട് ഇസ്തിഗാസ പോലെയാക്കി ചില മുബ്തദിഉകൾ കൂട്ടിക്കൊഴുക്കുന്നു. مع أن المفارقة بين الأمرين ظاهرة عقلا ونقلا, അഖൽ കൊണ്ടും നഖൽ കൊണ്ടും ഇത് രണ്ടും രണ്ടാണെന്ന് വ്യക്തമാണല്ലോ. ഏത് രണ്ടും? ഹയ്യും ഹാദിറും ഖാദിറുമായതിനുള്ള ചോദ്യവും മയ്യിത്തിനുള്ള ചോദ്യവും ഇത് രണ്ടും രണ്ടാ. പക്ഷേ ഇല്ല അന്ന കസീറൻ മിൽ മുബ്തദിഅപ്പെട്ട അധികം ആളുകളും എന്ത് ചെയ്യുന്നു? ഖലതു ബൈനൽ അംറൈൻ, ഇത് രണ്ടും കൂട്ടിക്കുഴക്കുന്നു. നാം നേരെ കണ്ടു ആ കൂട്ടിക്കുഴക്കല്. അപ്പൊ അത് രണ്ടും ഒരിക്കലും ഒന്നല്ല. ഹയ്യും ഹാദിറും ഖാദിറുമായത് വേറെ, മയ്യിത്ത് വേറെ. അതുകൊണ്ട് ഇനി ഉത്തുബിക്കഥ ഇബ്നു കസീർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യാന്ന് വിചാരിക്കണ്ട. ഉത്തുബി ഒരു മദ്യപാനിയാണ്. മുസ്തഹ്തിറൻ ബിശ്ശറാബ്, മദ്യത്തിന് അടിമപ്പെട്ട മനുഷ്യനാണ്. തെളിവാക്കേണ്ട മുസ്ലിയാരെ. ഇനിയിപ്പോ മുസ്ലിയാരെ അങ്ങോട്ടും വിളിക്കാലോ. അപ്പൊ ഏതായിരുന്നാലും അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കിതാബിൽ ഇവിടെ ഇബാറത്ത് കാണുമ്പോഴേക്കോ ഇമാമ് പറഞ്ഞു ഇമാമ് ചെയ്തു പറയുമ്പോൾ മുജാഹിദീങ്ങൾ ഇത്രയും കാലം വെച്ച ഉദ്ദേശം എന്താ? അത് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം അത് പഠിക്കാണ്ടായിട്ടില്ലല്ലോ. KJവിന്റെ ദൗറകളിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. KJവിന്റെ മീറ്റിങ്ങുകളിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാം തലക്കെന്ന് പഠിച്ചു വരണം. അതുകൊണ്ട് വസിയത്തു ശിർക്ക് എന്ന ഹുക്മ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൊത്തത്തിൽ പഠിപ്പിച്ച ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അതെല്ലാം വസിയത്തു ശിർക്കിൽ വരുന്നു. അതിന്റെ എല്ലാം ഹുക്മ് ഹറാം തന്നെ. വസിയത്തു ശിർക്കാണോ? ഹറാമാണ്. ശിർക്കിലേക്കുള്ള വഴിയാണോ? ഹറാമാണ്. ഹറാമിലേക്കുള്ള വഴിയാണോ? അതും ഹറാമാണ്. അതുകൊണ്ട് ജിന്നുകളോട് അഭൗതികമായി തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അർത്ഥ സഹായം തേടാൻ പാടില്ല. ശിർക്ക് തന്നെ. അല്ലാത്ത ചോദിക്കാൻ പറ്റോ? കേവല ചോദ്യം പറ്റോ? ഈ ശിർക്കല്ലാത്ത ഇസ്തിംദാഴ് പറ്റുമോ? അതും പറ്റില്ല. എന്തുകൊണ്ട്? ശിർക്കിലേക്കുള്ള വഴിയാണ്, അത് ഹറാമാണ്. അതാണ് വസിയത്തു ശിർക്ക്. അല്ല വസിയത്തു ശിർക്ക് അറബി പദം കണ്ടപ്പോ ഇതെന്തോ സാധനം ഇരുവേറ്റി പറഞ്ഞ പോലെ ആകാശത്ത് റുഖിയ ശർഇയ്യ നൂലുമ കെട്ടി ഇറക്കി എന്ന് പറഞ്ഞ പോലെ ഇത് ഏതോ എടുത്ത് നൂലുമ കെട്ടിയിട്ട് ആകാശത്ത് ഇറക്കിയതാണ് നാം മൂപ്പര് മനസ്സിലാക്കിയത്. അതുകൊണ്ട് സുല്ലമി നിങ്ങൾ സബബ് പഠിക്കി, നിങ്ങൾ വസീല പഠിക്കി, വസിയത്തു ശിർക്ക് എന്താ പഠിക്കി, തൗഹീദ് പഠിക്കി. വേണമെങ്കിൽ മനാറിലേക്ക് വരാം, ദഅ്വ കോഴ്സ് ഉണ്ട് അവിടെ എന്ന് ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ശരി നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കണം. എന്താ കാര്യകാരണ ബന്ധം, എന്താണ് അഭൗതികം മനസ്സിലാക്കണം. അല്ലാതെ ഒരു അത്തിക്കാട്ടുന്ന സംഭവം കിട്ടി ആ സംഭവം കൊണ്ട് നടന്നിട്ട് ഞങ്ങളെല്ലാവരും ശിർക്ക് ആരോപിച്ചിട്ട് മുസ്ലിക്കീങ്ങളാക്കി മാറ്റാമെന്ന വിചാരം ശരിയല്ല. ഏതായാലും ഞാൻ മനാർക്ക് ഒരു മിനിറ്റ്. ഇനി ഇത് അവസാനത്തെ ഈ ഒന്നാമത്തെ ചോദ്യോത്തര സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ഏതായാലും ഞാൻ മനാർക്ക് വരുന്നുണ്ട്. അത് മുസ്ലിയാരെ പഠിക്കാനല്ല, മുസ്ലിയാരെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഏതായാലും അപ്പം ഇവിടെ മുസ്ലിയാരുടെ വ്യക്തിത്വം ഏകദേശം ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാണ്ട്. സമയത്തിൽ നല്ലൊരു ഭാഗവും മാക്സിമം പച്ചർച്ചി തിന്നുന്നുണ്ട്. മൂപ്പര വയറ് നന്നായിട്ട് നിറഞ്ഞോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മുസ്ലിയാരെ ഉത്തുബിയുടെ സംഭവം ഞാൻ പറഞ്ഞത് യാ ഇബാദല്ലയുടെ പേരിൽ മുജാഹിദുകൾക്കിടയിൽ നിങ്ങൾ ഖുറാഫാത്ത് കൊണ്ടുവരാണ്. ആ ഖുറാഫാത്ത് കൊണ്ടുവന്ന അതുപോലത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിങ്ങളിലേക്ക് ഖുറാഫാത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കുബൂരികൾ കൊണ്ടുവരുന്ന സംഭവമാണ് ഋത്തുബിയുടെ സംഭവം. അത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചതിൻ്റെ സംഗതിയില്ല. അത് വായിക്കേണ്ടവർന്ന് കൃത്യമായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുറാഫികൾ ഇവിടെ ഖുറാഫാത്ത് നിലനിർത്തുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യാ ഇബാദല്ല എന്ന ആ വാറോല വെച്ചുകൊണ്ട് ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ അമാനി മൗലവിൻ്റെ തഫ്സീർ വായിച്ചു അമാനി മൗലവിൻ്റെ തഫ്സീർ ഞാൻ വായിച്ചത് നിങ്ങൾ ഓതിയ ആയത്തിന് വസീലത്ത് ശിർക്ക് എന്ന ഒരു വ്യാഖ്യാനം അമാനി മൗലവി പറഞ്ഞിട്ടില്ലെന്നും എന്താണ് അമാനി മൗലവി അതിൽ പറഞ്ഞത് എന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പിന്നെ ഈ ചോദ്യം വളരെ കൃത്യമാണ്. ജിന്നുകളോടുള്ള ഇസ്തിആനത്തിൽ അത് വസീലത്ത് ശിർക്കാണ് എന്ന് അതിനെന്താണ് തെളിവ്? അതിന് നിങ്ങൾ ഓതിയ ആയത്തിൽ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്തു. മുസ്ലിയാരെ നിങ്ങൾക്ക് ഒരവസരം ഉണ്ടല്ലോ, എൻ്റെ ചോദ്യം അതിലുണ്ട്, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞു ശരി. അഹ്മദ് ബിൻ ഹംബൽ യാ ഇബാദല്ലാ ദല്ലൂനാല ത്വരീഖ് എന്ന് പറഞ്ഞപ്പോൾ അത് ജിന്നിനെയാണ് മലക്കിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് തെളിയിക്കാൻ കഴിയും?
ഇമാമിങ്ങളെ പേരിലും നിങ്ങൾ നുണ പറയാൻ തുടങ്ങിയപ്പോൾ ഇമാമുകളുടെ പേരിലും കള പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി പറയാൻ പഠിപ്പിച്ചു എന്നാ. ഇമാം ഷൗക്കാനി പറയാൻ പഠിപ്പിച്ച നിങ്ങളെ പഠിപ്പിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താ? ഇത് ഹറാമാണ്, വസീലത്ത് ശിർക്കുമാണ്. എന്താ ഷൗക്കാനി ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു എന്ന്. അതുകൊണ്ട് ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഇവിടെ. പിന്നെ നിങ്ങളെ സിറാജുൽ ഇസ്ലാം തന്നെ പ്രസംഗിച്ചത് പൂർവിക ഇമാമുകളൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തത് ഇബാദത്ത് എന്ന നിലക്കാ. ഇബാദത്ത് എന്ന നിലക്ക് ചെയ്താൽ അപ്പോൾ അതിൽ പ്രാർത്ഥന ഉണ്ടാവുമോ? നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞത് അതിൽ പ്രാർത്ഥനയില്ല എന്നാ. എന്നാൽ സിറാജുൽ ഇസ്ലാം പ്രസംഗിച്ചത് ഈ പൂർവിക ഇമാമുകളൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തത് ഇബാദത്ത് എന്ന നിലക്കാണ്. ഇബാദത്താണ്, ഈ പ്രാർത്ഥന ഉണ്ടാവൂലേ? എൻ്റെ വാദമല്ല, സിറാജുൽ ഇസ്ലാമിൻ്റെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഹുസൈൻ സലഫി ഉദ്ധരിച്ചത് ആകെ തെളിവ്. പിന്നെ എന്തിനാ ഹുസൈൻ സലഫി തള്ളിയതാ? മൂപ്പര് ഉദ്ധരിച്ചതിനെതിരെ മൂപ്പരുടെ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ തള്ളിയത് ഇപ്പോൾ അതുകൊണ്ടല്ലേ? നിങ്ങളെന്തിനാ ഞങ്ങൾ തള്ളിയത്? ജമിയത്തുൽ ഉലമയുടെ നിയമം അനുസരിച്ച് നിങ്ങളിപ്പോൾ മുജാഹിദ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുജാഹിദ് ആദർശത്തിന് വിരുദ്ധമായി നിങ്ങൾ നിലപാടെടുത്തു. അപ്പം നിങ്ങളെ തട്ടി. ആ ഇബാദത്തുള്ള ദുർബലാണ്, മുജാഹിദുകൾ അതിൻ്റെ വർത്തമാനം അവിടെ നിർത്തും എന്ന് ഹുസൈൻ സലഫി മുജാഹിദ എന്ന് പ്രസംഗിച്ചു. അതിനെതിരെ മൂപ്പര് നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ മൂപ്പരെ തട്ടി. നിങ്ങളെയും തട്ടും, ആരെയും തട്ടും. അത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് സബബ് നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരണ്ട, വസീലത്തെ നമുക്ക് പഠിപ്പിച്ചു തരണ്ട. കൃത്യമായി ജനങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച കാരണം, ജിന്നിനോട് സഹായം ചോദിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച കാരണമാണ്. അതിന് തെളിവ് കൊണ്ടുപോവാ. ആ തെളിവിൽ വസീലത്ത് ശിർക്കുണ്ട്, അതിന് തെളിവ് കൊണ്ടുപോവാ. അതല്ലാതെ കുറേ ആയത്തോതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ, എൻ്റെ 5ാമത്തെ ചോദ്യം കേട്ടോ. 5ാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതിനെ മുഖബിലിൽ വാദിയുടെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് NV സാലിം വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത് സലഫ് സാലിഹുകളുടെ മൻഹജ് അനുസരിച്ച്, പ്രവാചകൻ പഠിച്ചതനുസരിച്ച്, പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച്, സഹാബത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിച്ച് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിൽ ജിന്ന് വരുമെന്ന്, മലക്ക് വരുമെന്ന് ഏതെങ്കിലും ഒരു പിന്നെ സലഫി പണ്ഡിതൻ, അതല്ലെങ്കിൽ സഹാബത്ത്, നമ്മളെ പ്രമാണം ഖുർആനും ഹദീസും മൻഹജു സലഫാണ്, അങ്ങനെ മനസ്സിലാക്കിയതായി പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ആ ആയത്തിൽ ജിന്നും മലക്കും പെടുകയില്ല എന്നാണ്, പെടുമെന്നാണ് സാലിം സ്ഥാപിച്ചത്. അതിനാണ് ആയത്ത് കൊണ്ടുവന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇപ്പോൾ 2ാമത്തെ ആയത്താണ് ഇപ്പോൾ ദുർവ്യാഖ്യാനം വരുന്നത്. 1ാമത്തെ ദുർവ്യാഖ്യാനം NV സാലിം നടത്തി. അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമായി താങ്കൾ കാണുമോ? അതല്ല, വതആവനു അലൽ ബിർരി വത്തഖ്വയിൽ ജിന്നും മലക്കും വരുമോ? വരുമെങ്കിൽ ഈ ആയത്ത് അനുസരിച്ച് നബിയോ സഹാബത്തോ എന്തുകൊണ്ട് അമൽ ചെയ്തില്ല? അമൽ ചെയ്തു എങ്കിൽ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയെങ്കിൽ NV സാലിം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിഷേധിയായി മാറി എന്ന് നിങ്ങൾ സ്ഥാപിക്കുമോ? അല്ലെങ്കിൽ താങ്കളും അതിൻ്റെ പിന്നാലെ പോകുന്ന ആളാണ് എന്ന് ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുമോ? വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ തെളിവാവുകയില്ല എന്നതിന് വേണ്ടി ഉദ്ധരിച്ചതാണ്. ചോദിക്കാമെന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കിൽ അത് പറയുകയും ചെയ്തു. ഞാൻ വിചാരിച്ച അവസാനത്തെ ചാൻസ് എങ്കിലും ഒരു മര്യാദക്ക് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോഴും NV സാലിമ പറഞ്ഞതെന്തോ യാതൊരു അബദ്ധമില്ല. NV സാലിം എന്താ പറഞ്ഞത്? മുഖ്ബിലിൽ വാദിഇ ഈ ആയത്ത് ഓതിയിട്ടില്ലേ? മുഖ്ബിൽ വാദി ഓതിയിട്ടില്ലേ? സാലിം കഥ പറഞ്ഞത്. NV സാലിം നിങ്ങൾ വിചാരിച്ചപ്പോൾ എന്തേം പറയുന്നതാണല്ല. NV സാലിം പറഞ്ഞെന്താ? ഈ വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്ത് മുഖ്ബിലിൽ വാദി ഓതിയിട്ടുണ്ട്. ശരിയാണ്. ഇനി ഓതിയത് ശരിയാണോ? അത് അദ്ദേഹത്തോട് പോയി ചോദിക്കൂ. മുഖ്ബിൽ വാദിയോട് ചോദിക്കൂ. അത് സാലിംക്കോടല്ല ചോദിക്കേണ്ടത്, അത് എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെന്താ? മുഖ്ബിൽ വാദി ഈ ആയത്ത് ഓതിയിട്ടുണ്ട്, അത് ശരിയാണോ? അത് ആരോടാ ചോദിക്കേണ്ടത്? മുഖ്ബിലിനോട് ചോദിക്കൂ. മുഖ്ബിൽ വാദിയോട് ചോദിക്കൂ, എന്തേ താങ്കൾ ഈ ആയത്ത് ഓതാൻ കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കൂ. സൗദി അറേബ്യക്ക് വിളിച്ചല്ലോ എഴുതാന്, എന്തേ പോകാത്തത്? കുവൈത്തിൽ നിന്ന് വിളിച്ചല്ലോ, എന്തേ പോകാത്തത്? ആ പോകുന്ന കൂട്ടത്തിന് മുഖ്ബിൽ വാദിയോടും ഈ പറഞ്ഞ വിശദീകരണം ഒന്ന് കൊടുത്തോളൂ. അപ്പം മുഖ്ബിൽ വാദി വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഓതിയിട്ടുണ്ട്, അത് ഓതി എന്ന് പറയുകയാണ് സലാം സലമി പറഞ്ഞത്. അല്ല, NV സാലിം പറഞ്ഞത് മുഖ്ബിൽ വാദി ഈ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് NV സാലിം പറഞ്ഞു. അതേ, മുഖ്ബിൽ വാദി ഓതിയിട്ടുണ്ട്. സാലിം പറഞ്ഞു ശരിയാണ്. ഇനി മുഖ്ബിൽ വാദി ഓതിയത് ന്യായമാണോ? അത് തെളിവാക്കാൻ പറ്റുമോ? അത് വാദിയോട് ചോദിക്കണം. വാദിയാണ് പറയേണ്ടത്. ഞാൻ ആയത്ത് ഓതിയാൽ എന്നോട് ചോദിക്കാം.
വേറൊരാൾ ആയത്തോതിയാൽ അയാളുടെ ചോദിക്കാം, ഒരാൾ ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓതിയിട്ടില്ലെങ്കിൽ പറയാം വാദിഴി ഓതിയിട്ടില്ല, അത് NV സാലിം കളവ് പറഞ്ഞു എന്ന് പറയാം. പിന്നെന്താ ഷൗക്കാനി ജായിസ് എന്ന് പറഞ്ഞല്ലോ, എന്നാ പിന്നെന്താ നിങ്ങൾക്ക് ഹറാമായിന? അതാണ് സുല്ലമി ഇമാമികളുള്ള നിലപാട്. ഏത് ഇമാമ് പറഞ്ഞാലും അത് പ്രമാണമല്ലെന്ന് മനസ്സിലായാൽ അത് മാറ്റിവെക്കുന്ന പ്രയാസമില്ല. ഷൗക്കാനി പറഞ്ഞെങ്കിൽ, ഇബ്നു തൈമിയ്യ പറഞ്ഞെങ്കിൽ, ഇബ്നു ഖയ്യിം പറഞ്ഞെങ്കിൽ, ഇമാം അഹ്മദ് ചെയ്തെങ്കിൽ, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഇമാം തബറാനി വഖദ് ജുർരിബ ദാലിക എന്ന് പറഞ്ഞെങ്കിൽ, ഇമാം ബൈഹഖി അത് അംഗീകരിച്ചുകൊണ്ട് ഉദ്ധരിച്ചെങ്കിൽ, ഇബ്നു അബീ ശൈബയും അബൂ യഅലയും ബസ്സാറും അത് രേഖപ്പെടുത്തിയെങ്കിൽ, നബവിയും ഉസ്താദുമാരും ചെയ്തെങ്കിലും ശരി, ഹദീസ് സ്വഹീഹ് അല്ല എന്ന് എപ്പ ബോധ്യമായോ അപ്പ മാറ്റിവെക്കും. ഹദീസ് സ്വഹീഹ് അല്ല എന്ന് എപ്പ ബോധ്യമായോ അപ്പ മാറ്റിവെക്കും. അതുകൊണ്ട് ജായിസ് എന്ന് ഷൗക്കാനി പറഞ്ഞിട്ടും ഹറാം എന്ന് ഞങ്ങൾ പറഞ്ഞത്. കാരണം എന്താ? ഹദീസ് സ്വഹീഹ് അല്ല. ആര് ചെയ്താലും ശരി, ലോകത്ത് ആര് ചെയ്താലും ശരി, ഹദീസ് സ്വഹീഹ് അല്ലേ, പ്രമാണമില്ലേ എങ്കിൽ അത് ശരിയല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ ഏകദേശം കാര്യങ്ങൾ ബോധ്യമായി. 4 ചോദ്യം ചോദിച്ചു, 4നും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പനും പറഞ്ഞിട്ടില്ല, മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്? എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ കുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം കുർത്തുബിയിലില്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ, സിനയുമായി ബന്ധപ്പെട്ട്, ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതാഇന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? ഈ മദ്യപാനം ശിർക്കാണോ? ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? കുർത്തുബി തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ കുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. അല്ലെങ്കിൽ സാലിസ് പറഞ്ഞ പോലെ എന്ത് കുർത്തുബി തോട്ടുകറിഞ്ഞാള് എന്ന് പറയൂ. അപ്പൊ ഇതിന്റെ മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഏതായിരുന്നാലും ശരി, സബബ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വായിക്കട്ടെ സബബ് എന്താ എന്ന്. ഒരു വാർത്തയിൽ വായിക്കാതെ പോകാൻ വയ്യല്ലോ. ثم هب أن ذلك هو السبب فهل كل سبب يتحصل به المرء على مرغوباته في الدنيا يعتبر سببا مشروعا. ഒരു കാര്യം നേടി എന്നതുകൊണ്ട് ആ കാര്യം ശർഈയായ സബബാകണമെന്നില്ല, പക്ഷേ കൗനിയായ സബബാണ്. അപ്പൊ ജിന്നുകൾ കൗനിയായ സബബാണ്, പ്രാപഞ്ചികമായ നിമിത്തമാണ്. അവരുടെ കഴിവുകൾ ഉണ്ട്, ആ കഴിവ് പ്രകാരം അവർ സഹായിച്ചേക്കാം, അവർ ഉപദ്രവിച്ചേക്കാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു പഠിപ്പിച്ചുവോ? ഇല്ല. അതാണ് ശർഈയായ സബബ്. ഉപയോഗിക്കണമെങ്കിൽ അള്ളാഹും റസൂലും അനുവദിച്ചു തരണം, അത് അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അത് സബബ് ശർഈയാണ്. സുല്ലമി, നിങ്ങൾക്ക് സബബ് ശർഈയും സബബ് കൗനിയും പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടും തലമാറിപ്പോയി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വക വാദവുമായി ഇനി വരല്ല. സബബാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കാക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം ശിർക്കാക്കേണ്ടി വരും, ഏതെല്ലാം ശിർക്കാക്കേണ്ടി വരും. ഒരാൾ പശുവിൻ്റെ പുറത്ത് യാത്ര ചെയ്യാം, അപ്പൊ സുല്ലമി ആയത്തോതും എന്ത്? കുതിരയാണല്ലോ വാഹനം കറ നിശ്ചയിച്ചത്, പശു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പശുവിന്റെ പുറത്ത് പോയാ ശിർക്ക്. ഒരാള് ഒരു മൃഗത്തിനെ വ്യഭിചരിച്ചു, ആ ശിർക്ക്. കാരണം എന്നല്ലേ ഇത് അതിൽ പെടുകല്ലോ, അപ്പൊ അതും ശിർക്ക്. ഒരാൾ തെങ്ങുണ്ടാകാൻ വേണ്ടി ഒരു മാങ്ങ കുഴിച്ചിട്ടു, അപ്പൊ അതും ശിർക്ക്. അങ്ങനെ സംഭവില്ലല്ലോ എന്ന് വേണേ അവിടെയും പറയാം. അതുകൊണ്ട് ആ വക പൊട്ടീസ് ഒന്നും തൽക്കാലം വിലപ്പോവില്ല എന്നാണ് സബബ് രൂപത്തിലുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. അള്ളാഹുവാണ് റാഫിഉം നാഫിഉം എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് അയാൾ ഇല്ലാത്ത സബബിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ സബബാണെന്ന് വിശ്വസിച്ചു പോയി, അയാൾ അങ്ങ് ധരിച്ചു പോയി എങ്കിൽ ശർഈലോ ഖദറിയായിട്ടോ രണ്ടുമില്ലാത്ത സബബിന് ഉപയോഗിച്ചുവെങ്കിൽ ശർഈന്റെ മേലുള്ള കളവാണ്, ഇത് ഹറാമാണെന്നാണ്. അപ്പൊ സബബ് രൂപത്തിലുണ്ട്, പ്രാപഞ്ചികമായ സബബുണ്ട്. ആ സബബിനുള്ളിലാണ് ജിന്നുള്ളത്, ആ സബബിനുള്ളിലാണ് മലക്കുള്ളത്. അതേപോലെ ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അവിടെയാണ് ശർഈയായ സബബ്. ശർഈ അംഗീകരിച്ചിട്ടില്ല. ഏതുപോലെ മദ്യം കഴിച്ചാൽ ദാഹം മാറും, അത് കൗനിയായ സബബാണ്. പക്ഷേ ദാഹിച്ചാൽ മദ്യം കഴിക്കാൻ പറ്റോ? ഇല്ല. എന്തുകൊണ്ട്? കഴിച്ചാൽ ദാഹം തീരാത്തത് കൊണ്ടല്ല, അത് മതം അംഗീകരിച്ചിട്ടില്ല, അല്ലാഹു റസൂലും അനുവദിച്ചിട്ടില്ല. ശർഈയായ സബബല്ല.
വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, അത് സബബാണ്. എങ്ങനെ? പ്രാപഞ്ചികമായ സബബ്. എന്നാ കുട്ടിയില്ലാത്ത ഒരാൾ വ്യഭിചരിക്കാൻ പോയാലോ അത് ഹറാമാ. എന്തുകൊണ്ട്? സബബില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ശർഈയായ സബബല്ല, അള്ളാഹ് അനുവദിച്ച സബബല്ല, അനുവദിക്കാത്ത സബബ് അയാൾ ഉപയോഗിച്ചു. എന്നതുപോലെ ജിന്നുകൾ പലരെയും സഹായിച്ചേക്കാം, പിശാചുകൾ പലരെയും ഉപദ്രവിച്ചേക്കാം. എന്തുകൊണ്ട്? അങ്ങനെ കൗനിയായ പ്രാപഞ്ചികമായ സബബുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ശർഈയായ സബബല്ല. അതുകൊണ്ടാണ് അമാനി മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യൻ അതിൽ വാസം തുടങ്ങും മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്കല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, ഒരു തുറയിലല്ലെങ്കിൽ മറ്റൊരു തുറയിൽ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല. എല്ലാ മനുഷ്യനും ഉപകാരമാണ്. പക്ഷേ അമാനി മൗലവി പറഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് താല്പര്യം ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാമെന്നല്ല. അപ്പൊ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഹറാം എന്ന് പറഞ്ഞത്. ശിർക്കല്ലാത്തതും ഹറാമ്, ശിർക്കല്ലാത്തതും ഹറാമ്. കാരണം അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഇപ്പത് ഹുസൈൻ സലഫി തിരിച്ചു വന്നപ്പോ തള്ളീന. എന്തിനാ ISM പിരിച്ചിട്ടത്? എന്തിനാ MSM പിരിച്ചിട്ടത്? പല ആൾക്കും കയറിയിരിക്കാനാണോ? അവിടെ പോയി ഇരിക്കാനാണോ? അതോ ഈ നിലക്കുള്ള ഓരോരുത്തരും പിരിച്ചുവിട്ടത് അതൊക്കെ ജിന്നിന്റെ പേരിലാണോ? എന്താ അതിന്റെ സബബ്? ഏതാനും സൗകര്യങ്ങൾ പറയല്ലേ, ആ സബബും കൂടി പറയ്. ഈ നിലക്ക് MSMനെയും ISMനെയും MJMനെയും അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വിള്ളലുണ്ടാക്കാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ കയറി വന്നിട്ട് ഇവിടെ തുരങ്കം വെച്ചിട്ട് ചാരപ്പണിയെടുത്തിട്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാമെന്നാണ് ശ്രമമെങ്കിൽ ഇല്ല. ഞങ്ങളുടെ ചിരയിൽ രക്തമുള്ള കാലത്തോളം, ജീവൻ ബാക്കിയുള്ള കാലത്തോളം സമ്മതിക്കില്ല സുല്ലമി, സമ്മതിക്കില്ല സുല്ലമി, സമ്മതിക്കില്ല സുല്ലമി. അല്ലാഹു അല്ലാത്തവർക്ക് അപൗദികത കൽപ്പിക്കാൻ ഈ മുജാഹിദീങ്ങളെ കൊണ്ട് ശ്രമിപ്പിക്കുന്ന, അവർക്ക് ജിന്നും മലക്കും അപൗദിക കഴിവുള്ളവരാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഈ മടവൂരി തന്ത്രം താങ്കൾ നിർത്തണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. എന്നെ കൂടെ ചീത്ത കാര്യമില്ല, ചീത്ത പറയേണ്ടി വരും. കാരണം എന്താ? നിങ്ങൾ പൊളിക്കാൻ വന്ന ആളാണ്, നിങ്ങൾ ചാരപ്പണിയെടുക്കുകയാണ്, നിങ്ങൾ സാക്ഷാൽ മടവൂരിയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ ചീത്തന്നു എന്ന് വിലപിച്ചെടുക്കാറില്ല. ആ വക പണി നിർത്തുക വേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പ്രമാണങ്ങൾ എന്താണോ ശിർക്കായി പരിചയപ്പെട്ടത് അത് ശിർക്കായി മനസ്സിലാക്കുക. അതിനെ വസീലാക്കാൻ പോകണ്ട. അള്ളാഹും റസൂലും വസീലയായി പഠിപ്പിച്ചതോ അതിനെ ശിർക്കാക്കാനും പോകണ്ട. പ്രമാണങ്ങൾ ശിർക്കായി പറഞ്ഞത് ശിർക്ക്, പ്രമാണങ്ങൾ വസീലയായി പഠിപ്പിച്ച് വസീല, പ്രമാണങ്ങൾ ഹറാമായി പഠിപ്പിച്ചത് ഹറാമ്, പ്രമാണങ്ങൾ കറാഹത്തായി പഠിപ്പിച്ചത് കറാഹത്ത്. അല്ലാതെ നിങ്ങളവർ പുതിയ ഉണ്ടാക്കിയിട്ട് സബവാക്കിയിട്ടില്ല എന്ന ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാക്കിയിട്ട് എല്ലാം ശിർക്കാക്കാനുള്ള ഈ തന്ത്രം അത് ന്യായമല്ല. മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ചെയ്യരുതായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാണ് സുല്ലമി ഈ മുജാഹിദുകളെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്? എത്ര ശാഖകൾ ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലായി, പള്ളികളിൽ പ്രശ്നമായി, സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളായി, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളായി. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം പണ്ട് വന്ന KKPയും ശേഷം വന്ന നിങ്ങളുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുക? അതുകൊണ്ട് ആ വക രീതികൾ ഉപേക്ഷിച്ച് റബ്ബിനെ പേടിച്ച് ശരിയായ തൗഹീദ് മനസ്സിലാക്കി ശിർക്കിനെതിരെയുള്ള പടയോട്ടത്തിൽ ഒന്നിച്ചു നീങ്ങാം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടി എന്ന് കരുതിയിട്ട് അതിന്റെ പിന്നാലെ കൂടിയിട്ട് എല്ലാം ഇനി മുജാഹിദീങ്ങൾ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഒന്നാകെ ഇവിടുന്ന് പുറത്താക്കിയാലും വേണ്ടില്ല, ഞങ്ങൾ മാത്രമായാലും മതി എന്ന് വിചാരിക്കുന്നത് ന്യായമല്ല. നിങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ആരായി പുറത്താക്കണത് എന്നെങ്കിലും ആലോചിക്കണ്ടേ?